സുരക്ഷിതമായി ആയിരിക്കാൻ ദൈവം വീണ്ടും എനിക്ക് അവസരം നൽകിയതുകൊണ്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകപ്പെട്ടത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ബീന സിസ്റ്റർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ഓരോ ഇടങ്ങളിലും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികൾക്കായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ എല്ലാ കൃപയ്ക്കായി നന്ദി പറയുന്നു. എനിക്ക് പരിചിതമായ മുഖങ്ങളൊന്നും ഇതിനകത്തില്ല. അവൻ പ്രിയ ബീന സിസ്റ്റർ ഞാൻ കണ്ട പരിചയമില്ല സൂമിനകത്ത്. അവന്റെ ഇതിനു മുൻപ് ദൈവജനം സൂക്ഷിച്ചുള്ള പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ഒരുമിച്ച് നമുക്ക് ദൈവജന ഭാഗത്തിലേക്ക് കടക്കാം. നമുക്ക് വളരെ സുപരിചിതമായ നമ്മൾ എപ്പോഴും കാണാതെ പറയുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് എനിക്ക് നിയോഗം നൽകിയത്. സങ്കീർത്തനങ്ങൾ 91 14 15 വാക്യങ്ങൾ. 91 സങ്കീർത്തനം അതിന്റെ 14 15 വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നമുക്കറിയാം, ഈ വായിച്ചപ്പോഴേ നമുക്കറിയാം, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉരുവിടുന്ന ഒരു ദൈവജന ഭാഗം. നമ്മൾ പറയാറുണ്ട്, കർത്താവിനോട് പറ്റിയിരിക്കുന്ന നിമിത്തം വിടുവിക്കുന്ന ഒരു ദൈവം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും, എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഈ വാക്യം കാണാപ്പാടമാണ്, ഈ വാക്യം അറിയാവുന്ന വാക്യമാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തുകൂടെ എന്റെ ഹൃദയത്തിനകത്ത് നൽകി തന്ന ചില ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇവിടെ അത് പ്രാർത്ഥിച്ചപ്പോൾ, ഇതിനു മുൻപ് ദൈവവചന സൂക്ഷിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധിയ ഏത് ആത്മാവിനാൽ ഇതേ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ തന്നെ ഈ വചനം ഭാഗിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് വചനം എഴുതുമ്പോ ആ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന ഒരു അതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. പക്ഷേ അത് ഒരർത്ഥമുണ്ട്, നാം മനസ്സിലാക്കേണ്ട. അതേ ആഴത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഈ വചനഭാഗം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. നമുക്കറിയാം 91 സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് അതിന്റെ ഹെഡിങ്ങിൽ കാണാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും ഇതിന്റെ എഴുതിയ കാലമോ ഇതിന്റെ കാലഘട്ടമോ രചയിതാവിന്റെ പേരുകളോ ഒന്നും ഇവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും വേദശാസ്ത്രിമാർ അഭിപ്രായപ്പെടുന്നത് 90 സങ്കീർത്തനം മോശയാണ് എഴുതപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് 91 സങ്കീർത്തനവും മോശ തന്നെ എഴുതപ്പെട്ടു, മോശയാൽ തന്നെ എഴുതപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രചനകാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ സാഹചര്യം, ചില സങ്കീർത്തനങ്ങളുടെയൊക്കെ മുകൾ ഭാഗത്തെ ഹെഡിങ് ആയിട്ട് അത് എഴുതാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ 91 സങ്കീർത്തനത്തിൽ അങ്ങനെയുള്ള പ്രത്യേക കാരണങ്ങളൊന്നും അവിടെ പറയുന്നില്ല. എങ്കിലും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മോശയായിരിക്കാം ഇത് എഴുതിയത് എന്നുള്ളത് കൊണ്ട് മിസ്രൈമിൽ നടന്ന കടിഞ്ഞൂൽ സംഹാരങ്ങളുടെ നടുവിലോ മരുഭൂ പ്രയാണത്തിൽ ഉണ്ടായ നമ്മൾക്കറിയാം അഗ്നി സർപ്പം നിമിത്തമുണ്ടായ ജനത്തിനുണ്ടായ ജീവന് വന്ന നാശം ഹേതുവായോ ഒക്കെ ഒരുപക്ഷെ ആ സമയത്ത് മോശ രചിച്ച സങ്കീർത്തനമാകാം ഇത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ദൈവത്തിന്റെ വാസസ്ഥലം കണ്ടെത്തിയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന, അല്ലെങ്കിൽ ദൈവത്തിനകത്ത് തന്റെ ജീവിതം ഭദ്രമാണ് എന്ന് തിരിച്ചറിവുണ്ടായ ഒരു ദൈവ പൈതലിനാൽ ഈ സങ്കീർത്തനം എഴുതപ്പെട്ടു എന്ന് ഈ സങ്കീർത്തനത്തിന് 1 മുതൽ അവസാന ഭാഗം വരെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പറയുന്നുണ്ട്: അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക, ആമേൻ. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന്, നാശകരമായ മഹാമാരിൽ നിന്ന് വിടുവിക്കോ, തന്റെ തൂവലിൽ നിന്നെ മറയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്റെ ജീവിതം എന്റെ ദൈവത്തിന്റെ കരങ്ങൾ ഭദ്രമാണ്, അവന്റെ കരങ്ങൾ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനക്കാരനുണ്ട്. ഇന്ന് ഈ രാത്രി ആത്മാവ് നമ്മളോട് പറയാൻ ഒന്നാമത് ആഗ്രഹിക്കുന്ന ദൂത്, നാം ദൈവത്തിന്റെ സന്നിധി വരുമ്പോ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമായിരിക്കുന്നുവെന്നും എന്റെ ജീവിതം ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്നുവെന്നും എന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്നുവെന്നും ഞാൻ ദൈവത്താൽ സുരക്ഷിതനാണ് എന്നും ഉള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകാനായിട്ട് ഇടയായി തീരണം. പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോ നമുക്ക് ആകുലത ഉണ്ടാക്കുക. നാം ചിന്തിക്കുക, എന്റെ ജീവിതം എന്താകും, എന്റെ ഭാവി എന്താകും, നാളെ ഞാൻ എന്തായി തീരും, ആരെനിക്ക് വേണ്ടി കരുതും, എങ്ങനെ ഈ പ്രശ്നത്തിനകത്ത് ഞാൻ പരിഹാരം നേടാൻ എനിക്ക് കഴിയും എന്നുള്ള ഒരുപാട് ആകുലതകൾ നമ്മളെ പിടിപെടുക. പക്ഷേ സങ്കീർത്തനക്കാരൻ നമ്മളോട് ഒന്നാമത് വിളിച്ചു പറയുന്നത്, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ ആണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോ ആ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയണം.
ഞാൻ വായിച്ച ദൈവവചന ഭാഗത്തിലേക്ക് വരാം. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും, ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. അവൻ താഴത്തെ ഭാഗം പറയുന്നത് ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ആ വാക്ക് തന്നെ മുകളിൽ അവൻ പറയുന്നുണ്ട്. 4 വിധ അനുഗ്രഹങ്ങൾ ഈ 2 വാക്യത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവജനത്തിന് ലഭിക്കുന്ന 4 വിധ അനുഗ്രഹങ്ങൾ. ഒന്ന്, വിടുതൽ, ഞാൻ അവനെ വിടുവിക്കും. ഒന്നാമത്, ദൈവജനത്തിന് വിടുതൽ ദൈവത്തിന്റെ അടുക്കലുണ്ട്. രണ്ടാമത്, ഒരു ഉയർച്ച, ആമേൻ, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൈവത്തിന്റെ ജനത്തിനുണ്ട്. മൂന്നാമത്, നമുക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, മറുപടി ഉണ്ടെന്ന് മൂന്നാമത്തെ കാര്യം നമ്മളോട് പറയുക. നാലാമത് പറയുന്നു, എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. 4 അനുഗ്രഹങ്ങൾ ഈ 2 വാക്യങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാ. ഒരു വിടുതൽ നമുക്കുണ്ട്, ഒരു ഉയർച്ച നമുക്കുണ്ട്, ഒരു ഉത്തരം നമുക്കുണ്ട്, ആമേൻ, നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ഈ 4 അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ആ ദൈവത്താൽ നമ്മൾ ഉയർത്തപ്പെടുന്നുണ്ട്, ആ ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള വിടുതൽ നമുക്കുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എത്ര സുഖകരമായി, അല്ലെ, എത്ര ലളിതമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അവൻ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ അവനെ വിടുവിക്കും, ഞാൻ അവനെ വിടുവിക്കും. ഒരു വിടുതലുണ്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. നമുക്കെല്ലാവരും നാം അനുഭവിക്കുന്ന ഏത് പ്രശ്നമായാലും ആ പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് നമുക്കൊരു വിടുതലുണ്ട്. അത് എത്ര കഠിനമേറിയ വിഷയമാണെങ്കിലും, നാളുകൾ കൊണ്ട് ശത്രു ബന്ധിച്ചു വെച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും, ഇനി നമുക്ക് നിവരാൻ കഴിയത്തില്ലെന്ന് തോന്നുന്ന വിഷയമാണെങ്കിലും, മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്ന വിഷയമാണെങ്കിലും, ആത്മാവ് നമ്മളോട് പറയാ, വിടുവിക്കാൻ ശക്തനായവൻ നമ്മളോട് കൂടെ ഉണ്ട്. അവൻ നമ്മളെ വിടുവിക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലകളും നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ലവേ ഇല്ലെന്ന ആത്മാവ് നമ്മളോട് പറയുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലകളും ആമേൻ നമ്മുടെ ജീവിതത്തിനകത്തില്ല. കാരണം ദൈവം സകലത്തിന്റെയും സൃഷ്ടിതാവാ, സകലത്തെയും അടക്കി വാടുന്നവനാ, സകലത്തിനും മീതെയുള്ളവനാ അവൻ. അതുകൊണ്ട് ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിനകത്ത് നിന്ന് നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത് എന്ന് ആത്മാവ് നമ്മളോട് പറയുക. അപ്പൊ ഈ വിടുവിക്കുക എന്ന് പറയുമ്പോൾ അതിനു മുൻപ് നമുക്കെല്ലാം ഈ വിടുതൽ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. കർത്താവിനെ വിടുവിക്കും വിടുവിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ, നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു വിടുതലുണ്ട്, നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾക്കകത്ത് ഒരു വിടുതലുണ്ട്, തലമുറയുടെ വിഷയത്തിനകത്ത് ഒരു വിടുതലുണ്ട്, ശുശ്രൂഷയ്ക്കകത്ത് നിന്നൊരു വിടുതലുണ്ട്, നമ്മൾ എന്ത് മേഖലകൾ, രോഗത്തിൽ നിന്നൊരു വിടുതലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഇത് കേൾക്കാൻ. പക്ഷെ സങ്കീർത്തനക്കാരന് ആദ്യം പറയുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഇവിടെ പറയുക, ദൈവം പറയുക, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അല്ലേ, പറ്റിയിരിക്കുക. ഈ പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, ഒരു സാധനം, ഞാൻ ഈ ടേബിളിൽ എന്റെ ബൈബിൾ വെച്ചിട്ടുണ്ട്, എന്റെ നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ട്, ഈ പേനയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ഇവിടെ നിന്ന് എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാനത് അവിടെ പറ്റിച്ചു വെച്ചേക്കല്ല, അത് അവിടെ ഇരിക്കുക, ആ ടേബിളിന്റെ പുറത്ത് ഇരിക്കുകയാ. പക്ഷേ നമ്മള് ഒരു ഗം വെച്ച് ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനം അത് ഇരിക്കുന്ന ഇടത്ത് നിന്ന് വേർപെടുത്താൻ കഴിയത്തില്ല. ഇന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്ത് സാധനവും നമ്മൾ ഒരിടത്ത് ഒട്ടിച്ചു വെച്ചാൽ അവിടെ നിന്ന് അതിനെ ഇളക്കി എടുക്കണമെങ്കിൽ നമ്മൾ അല്പം ബലം പ്രയോഗിക്കണം, അല്ലെ? വേഗത്തിൽ സംഭവിക്കരുത്. വേഗത്തിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ അങ്ങോട്ട് എന്ന് ഞാൻ ഈ ഈസി ആയിട്ട് ഈ പേനയോ ബുക്കോ മാറ്റി വെക്കുന്നത് പോലെ ഒരു സാധനം ഒട്ടിച്ചു വെച്ച് ഇടത്ത് നിന്ന് അതിനെ എടുത്തു മാറ്റാനായിട്ട് കഴിയത്തില്ല. എടുത്തു മാറ്റാൻ എന്ന് വെച്ചാൽ ദൃഢമായ ഒരു ബന്ധം, അത് ഒട്ടിച്ചു വെച്ച വസ്തുവുമായി, 2 വസ്തുക്കൾ തമ്മിൽ ദൃഢമായ ഒരു ബന്ധം അവിടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് വേഗത്തിൽ അതിനെ ഇളക്കി മാറ്റാനായിട്ട് കഴിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ക്രിസ്തുവിനോട് നമ്മുടെ ബന്ധം എങ്ങനെയുള്ളതാ? സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരു ബന്ധമാണ് നമുക്കുള്ളത്, അവസ്ഥകൾക്കനുസരിച്ച് മാറുന്ന ഒരു ബന്ധമാണ് നമുക്കുള്ളത്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പഴിചാരി അല്പനേരത്തേക്കൊക്കെ ആത്മീയത്തിന്റെ അനുഭവങ്ങളൊക്കെ മാറ്റിവെക്കുന്ന ഒരു ബന്ധമാണോ നമുക്കുള്ളത്? അതോ ഒരു ശക്തിക്കും നമ്മളെ വേർപെടുത്താൻ കഴിയാത്തതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തോട് നമ്മളെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ബന്ധമാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ഒന്നാമത് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോ ദിവസവും ഈ വചനം ഇങ്ങനെ കേൾക്കുകയാ. ഈ വചനം നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ വചനം നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ബന്ധിപ്പിക്കുന്നതല്ലെങ്കിൽ കേൾവി കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. ഓരോ പ്രാവശ്യവും നമ്മളോട് ആത്മാവ് ഇടപെടുമ്പോ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോ അത് നമ്മളെ നിത്യതയോട് ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ, അത് നമ്മളെ ക്രിസ്തുവിനോട് ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ, അത് നമ്മളെ പരിശുദ്ധാത്മാവിനോട് അടുപ്പിക്കുന്നില്ലെങ്കിൽ, അത് നമ്മളെ പിതാവ് ദൈവത്തോട് അടുപ്പിക്കുന്നില്ലെങ്കിൽ
നമ്മുടെ കേൾവി കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഇന്ന് രാത്രി ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ദൂത് നാം എവിടെയായിരിക്കുന്നു എന്നുള്ളതാ. പലപ്പോഴും നമ്മുടെ ആത്മീയ അനുഭവം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭയ്ക്കകത്ത് നമ്മൾ കടന്നു വരുമ്പോ പാട്ടുകളും ആരാധനകളും അന്യഭാഷകളും കൃപാവരങ്ങളുടെ ജ്വലനങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലോ പലപ്പോഴും നാം പുറത്തേക്ക് ഇറങ്ങുമ്പോ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിനകത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ മൂല്യങ്ങളെ സൂക്ഷിക്കാൻ കഴിയാതെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നവരാ. പലപ്പോഴും നമ്മള് ഈ ആദാം ഹവ്വയും ഒക്കെ അവൻ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത് ദൈവം അവരെ പുറത്താക്കാനായിട്ട് പോകുമ്പോ അവിടെ ഓരോരുത്തരിലേക്ക് പഴി ചാരുക. ആദാമൻ നീ എവിടെയെന്ന് ചോദിക്കുമ്പോ ആദാം വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന ഈ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ ഭക്ഷിച്ചു. സ്ത്രീ പറയാ, പാമ്പ് വന്നു എന്നെ വശീകരിച്ചു, ഞാനത് ഭക്ഷിച്ചു പോയി. പക്ഷേ ദൈവം അവിടെ തീർക്കുകയല്ല. വശീകരണ വാക്കുകളിൽ കുടുങ്ങിപ്പോകാൻ ദൈവജനത്തെ ദൈവം അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഹവ്വായെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരെ കുറിച്ചാ പറയുന്നത് അറിയാമോ? കൊരിന്ത്യയിലുള്ള ദൈവസഭയെ കുറിച്ച്. ഇന്ന് ആത്മാവ് നമ്മളോട് പറയുന്നു, സാത്താൻ നമ്മുടെ അടുക്ക വരുന്ന നമ്മളൊക്കെ പിശാചിനെ കാണുമ്പോ കറുത്ത രൂപധാരിയായിട്ട് പേടിപ്പിക്കുന്ന കൊമ്പും മൂർച്ചയുള്ള പല്ലുകളും ഒക്കെ ആയിട്ട് വരുന്ന രൂപമൊക്കെ നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ വരിക. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല പിശാച് വരുന്നത്. പാസ്റ്റർമാരുടെ വേഷത്തിലും വരും, കൃപാവരങ്ങൾ ഉള്ളവരുടെ വേഷത്തിലും വരും, വെളിപ്പാടുകൾ ഉള്ളവരുടെ വേഷത്തിലും വരും, പല വേഷത്തിലും വരും. കാരണം എവിടെയാണ് നിന്നെ വീഴ്ത്താൻ കഴിയുന്നത്? ഏത് മേഖലയിലാണ് നിന്നെ ഉടച്ചു കളവാൻ കഴിയുന്നത്? എവിടെയാണ് ദൈവത്തിൽ നിന്നുള്ള നിന്റെ ബന്ധത്തെ വേർപെടുത്താൻ കഴിയുന്നത് എന്നറിഞ്ഞ പിശാച് നിന്റെ ബലഹീനതയ്ക്കകത്തുകൂടെ നിന്നിൽ കയറിയിട്ട് ക്രിസ്തുവിനോടുള്ള നിന്റെ ബന്ധത്തിൽ നിന്ന് നിന്നെ വേർപെടുത്താൻ ശ്രമിക്കും. ഇന്ന് രാത്രി ആത്മാവ് നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, നമ്മളും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം അതെങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്ന നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾ ചിലപ്പോഴൊക്കെ ഈ മനുഷ്യര്, ഞാൻ ഒരു പാസ്റ്റർ മകളായിട്ട് ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാനൊരു പാസ്റ്റർ ഭാര്യയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ സഭകളിലൊക്കെ വരുമ്പോഴേ പലപ്പോഴും ശരി ഏതാണെന്ന് മനുഷ്യർക്കറിയാം, ന്യായം ഏതാ, കറക്റ്റ് ഏതാ എന്നറിയാമെങ്കിലും മനുഷ്യന്റെ ഒരു പ്രശംസയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഓരോ സഭകളിൽ പോകുന്നവരാ. നമുക്കെല്ലാം ഓരോ ഗ്രൂപ്പുകളുണ്ട് സഭയ്ക്കകത്ത്. നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചാൾക്കാർ വേറൊരു ബന്ധങ്ങളിൽ അങ്ങനെ നിൽക്കുന്നവർ. അപ്പം ഈ ശരിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ ചെയ്തത് എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നില്ല. ഒരുപക്ഷെ നമ്മുടെ കൂടെ ഏറ്റവും അടുത്ത സ്നേഹിതർ ചെയ്തത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും നമ്മൾ എന്തോ ചെയ്യുന്നറിയാമോ? ഈ മനുഷ്യന്റെ പ്രീതിക്കും പ്രശംസയ്ക്കും വേണ്ടി നമ്മൾ തെറ്റിനോടൊപ്പം അങ്ങ് പോകും. കാരണം നമുക്ക് ശരിയല്ല അവിടെ വിഷയം, മനുഷ്യന്റെ പ്രശംസയാ, മനുഷ്യന്റെ മുഖസ്തുതിയാ. മനുഷ്യന്റെ പ്രീതിയാ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. എന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നില്ലേ? എന്താ ഈ സത്യം ചെയ്തിട്ട് ഛേദം വന്നാൽ മാറാത്തവൻ? ദൈവമക്കൾക്ക് സത്യം ചെയ്താൽ അവകാശമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നായിരിക്കണം, ഇല്ല എന്നായിരിക്കണം. അതിനകത്ത് ഞാൻ ഒരു 50 പ്രാവശ്യം ഞാൻ സത്യം ചെയ്തെന്ന് പറയേണ്ട കാര്യമില്ല. ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ആയിരിക്കും. ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ അത് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എല്ലാറ്റിനെയും ഒന്ന് പിടിച്ച് സത്യം ചെയ്യേണ്ട കാര്യമില്ല. എന്റെ വാക്ക് സത്യസന്ധമായിരിക്കണം. ഇനി എന്തെല്ലാം ഇളകി പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഞാൻ നിൽക്കുന്ന ഇടം ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആരൊക്കെ മാറിപ്പോയാലും ഞാൻ നിൽക്കുന്ന ഇടത്ത് നിൽക്കുമെന്ന് പറയുന്നവനാ ആത്മീയൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ആത്മീയതയുടെ അനുഭവങ്ങൾക്ക് മാറ്റം വരാൻ പാടില്ല. ഈ അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൽ 8-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? അപ്പോസ്തലൻ പൗലോസ് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കഷ്ടതയോ പട്ടിണിയോ ആപത്ത് വാള് മരണം ഇപ്പോഴുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു, ഇനി എനിക്ക് വരാനുള്ളത് എന്തെങ്കിലും ഉയർച്ചയാകട്ടെ താഴ്ചയാകട്ടെ, ഇനി എന്ത് തന്നെ ആയാലും ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ അവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള
ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉറപ്പാണ് അവനുള്ളത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് എന്റെ ജീവിതത്തിലെ കഷ്ടതയാകട്ടെ, ഇതിനകത്ത് നമ്മളെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ചേർത്തങ്ങ് വെച്ചോ. എന്ത് വിഷയമായാലും, കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, ആപത്താകട്ടെ, വാളാകട്ടെ, ഇനി ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ രോഗമാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിന്ന് വീട് പോയതാകട്ടെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വഴി തുറക്കാതിരിക്കുന്നതാകട്ടെ, ഒരുപക്ഷെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും പ്രതിസന്ധി ആകട്ടെ, എന്തുമാകട്ടെ, ഇതൊന്നും എന്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുന്നതല്ല. അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? എന്റെ ചുറ്റുപാടും എന്ത് സംഭവിച്ചാലും, അതിന്റെ ആത്മീയതയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കെട്ടത്തില്ലെന്ന് പറയുന്നവനാണ് ആത്മീയൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, എന്റെ ചുറ്റും നിൽക്കുന്നവർ എന്ത് സംസാരിക്കട്ടെ, എന്തെല്ലാം ബഹളങ്ങൾ അവിടെ ഉണ്ടാകട്ടെ, ആരെന്തെല്ലാം രീതികൾ ഇടപെടട്ടെ, എന്റെ സമൂഹത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കട്ടെ, പക്ഷെ ഇതൊന്നും എന്നെ വീണ്ടെടുത്ത, എന്റെ വീണ്ടെടുപ്പുകാരനായ, എന്റെ പ്രാണപ്രിയനായ ആ യേശുനാഥനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒരു തരി പോലും എന്നെ പിറകോട്ട് വലിക്കുന്നതല്ല എന്ന് പറയാൻ നമുക്ക് തന്റെ ഇടമുണ്ടാകണം, നമുക്ക് ധൈര്യമുണ്ടാകണം. ഈ പുതിയ വർഷത്തിൽ നമുക്ക് അതിന് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമുക്ക് ഈ പഴയ നിയമത്തിലെ രൂത്തിനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. രൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം, അവള് നവോമിയോട് പറ്റി നിന്നു. അതാണ് വാസ്തവത്തിൽ പറ്റി നിൽക്കുക എന്നുള്ള ഒരു ഭാഗം കൊണ്ട് നമുക്ക് പറയാം. അവള് നവോമിയോട് ചേർന്ന് നിൽക്കുക. നവോമി അവളോട് പറയുന്നുണ്ട്, നീ എന്റെ കൂടെ വരണ്ട, മുന്നോട്ട് പോയാൽ എങ്ങനെ ജീവിക്കും അറിയത്തില്ല, കാരണം ഞാനേ വിധവയാണ്, ഇനി നീയും രണ്ട് വിധവന്മാരെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് എവിടുന്ന് ഭക്ഷണം തരുന്ന അറിയത്തില്ല, കാരണം നമ്മൾ 3 സ്ത്രീകളാണ്. യഹൂദന്മാർ ഒരു വിധത്തിലും സ്ത്രീകളെ ഒരു വിധത്തിലും അംഗീകരിക്കുന്ന ഒരു കാലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നീ എന്റെ കൂടെ വരികയേ വേണ്ടെന്ന് പറയുമ്പോ രൂത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ നിന്റെ കൂടെ വരിക, മരണത്താലല്ലാതെ നമ്മൾ തമ്മിൽ ഒരു വേർവഴിയിൽ ഇനി ഉണ്ടാകത്തില്ല. നീ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ അങ്ങ് വരിക. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ നമുക്കൊരു പ്രവാചകനെ അവിടെ വിളിച്ച ദൂതൊക്കെ ഒന്ന് കേൾക്കാമായിരുന്നില്ലേ? എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു ദൈവശബ്ദം കേൾക്കാൻ ഏത് മനുഷ്യനും ആഗ്രഹിക്കോ? അങ്ങനെ ഒരു പ്രവാചകനെ വിളിച്ച് ദൂത് പറയാനുള്ള സാഹചര്യം അന്നുണ്ടായിരുന്നെങ്കിൽ, ഇനി ഒരു പ്രവാചകൻ ഇവിടെ വന്നിട്ട് രൂത്തിനോടും ഓർപ്പയോടും പറയുക, നിങ്ങൾ ഇപ്പൊ നവോമിയോട് പറ്റി നിന്നോ, നിങ്ങൾക്കൊരു ബോവസിന്റെ വയല് ദൈവം ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഓർപ്പയും പോകത്തില്ല, ഓർപ്പയും അവിടെ നിന്നാനെ. പക്ഷേ ദൂത് കേട്ട് നിൽക്കുന്നവനെയല്ല ദൈവത്തിന് വേണ്ടുന്നത്. ആഴിയം നോർക്കാതെ, ആഴമരായാതെ, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ, ദൈവ ശബ്ദം കേട്ട് കാല് മുന്നോട്ട് വെക്കാൻ തയ്യാറാക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് നോക്കുമ്പോൾ ശൂന്യതയാണെന്ന് തോന്നാം, മുന്നോട്ട് നോക്കുമ്പോൾ പ്രതിസന്ധിയാണെന്ന് തോന്നാം, മുന്നോട്ട് നോക്കുമ്പോൾ ആരും അനുകൂലമായി ഉണ്ടായി എന്ന് വരത്തില്ല, എല്ലാം പ്രതികൂലമാണ്. ഒരുമിച്ചുള്ള യാത്ര സകല ദുർഘടങ്ങളും നിറഞ്ഞതാ. വഴി പരിവരുത്തതാണ്, ഇടുക്കമുള്ളതാണ്, അത് ഞെരുക്കമുള്ളതാണ്, മുള്ളുകൾ കൊണ്ട് നിറഞ്ഞതാണ്, മുന്നോട്ട് പോകുന്ന വഴി കഠിനമേറിയതാണ്, തളർന്നു പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്ത് ഭക്ഷിക്കുമെന്നറിയത്തില്ല, എന്ത് ധരിക്കുമെന്നറിയത്തില്ല, എവിടെ പാർക്കുമെന്നറിയത്തില്ല, ആര് കരുതുമെന്നറിയത്തില്ല, വിശ്വാസത്താൽ കാല് മുന്നോട്ട് വെക്കാൻ തയ്യാറാകുന്ന പ്രൈസ് ദി ലോർഡ് രൂത്തിനെ പോലെ പറ്റി നിൽക്കുന്നവനെയാണ് ദൈവത്തിന് ആവശ്യമെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു ദൂത്, കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച പ്രിയപ്പെട്ടവർക്ക് ഇതിനകത്ത് കാണും. ഏകന വിശ്വാസ അനുഭവത്തിലേക്ക് വന്നവർ കാണും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളി കേട്ടവർ കാണും. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയോ, കർത്താവെ ജീവിതത്തിൽ ഒന്നും മുന്നിൽ കാണാതെ, ശൂന്യതയാണ് മുന്നിലെന്ന് കണ്ടിട്ട്, വരണ്ട നിലമാണ് മുന്നിലെന്ന് കണ്ടിട്ട്, സാധ്യതകളൊന്നും മുന്നിലില്ലാതിരിക്കെ ദൈവ ശബ്ദം കേട്ട് ശൂന്യതയിലേക്ക് കാലെടുത്തു വെച്ചവരെ അനുഗ്രഹിച്ച ദൈവമായ എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിന്റെ ദൂത് ഒത്തിരി കേട്ടിട്ട് ഇറങ്ങിത്തിരിക്കാൻ നിൽക്കുന്നവൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. പക്ഷെ ദൈവം നമ്മളോട് പറയുക, കർത്താവ് എന്താ പറഞ്ഞറിയാമോ, ഞാൻ നിങ്ങളെ അയക്കുകയാ. എങ്ങോട്ടാണെന്നറിയാമോ? ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ അയക്കാം. ഒത്തിരി കാര്യം പറഞ്ഞോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. വിളി കേട്ട്, ദൈവ ശബ്ദം കേട്ട് ശൂന്യതയിലേക്ക് വിശ്വാസത്തോടെ കാലെടുത്ത് വെക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്,
അവനെയാ ദൈവത്തിന് ആവശ്യമെന്ന് പറയുന്നത്. ചേർന്ന് നിൽക്കുന്ന, പറ്റി നിൽക്കുന്ന ഒരനുഭവം. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാം ഒക്കെ ഒന്ന് കണ്ടിട്ട്, ഒന്ന് അനുകൂലമായിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് ചിന്തിക്കുന്നവരാ. പക്ഷെ ദൈവം നമ്മളോട് ഈ രാത്രി പറയുന്നു, പറ്റിയിരിക്കാൻ. പറ്റിയിരിക്കുന്നവന് ഒരു വിടുതലുണ്ട് എന്ന ആത്മാവ് നമ്മളോട് പറയുന്നത്. പറ്റിയിരിക്കുന്നവന് ഒരു വിടുതലുണ്ട്. രണ്ടാമത് പറയുന്നു, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്റെ നാമത്തെ അറിയാം. നമുക്ക് നാമം അറിയാം. നമുക്ക് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും, എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടുന്ന നാമം, എല്ലാ നാമം ഏറ്റു പറയുന്ന നാമം. ആ നാമത്തെ കുറിച്ച് നമുക്ക് നല്ല അറിവാ. നമുക്ക് ആർക്കെങ്കിലും യേശുവിനെ കുറിച്ച് അറിയാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാം, യേശുവിനെ കുറിച്ച്, നമ്മുടെ ദൈവത്തെ കുറിച്ച്, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ പറയുന്ന ആ ഒരു അറിവല്ല. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വരുമ്പോഴേ ശമരിയാക്കാരത്തി സ്ത്രീ യേശുവിനോട് പറയുന്നുണ്ട്, അവൻ മശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. മശിഹ വരുമ്പം സകലതും തെളിയിച്ചു തരുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ മശിഹയെ കുറിച്ച് അവൾക്ക് അറിവുണ്ട്. ഈ യെരുശലേമിലാണ് യഹൂദന്മാർ ആരാധിക്കുന്നവൾക്കറിയാം. ഞങ്ങൾ ഈ മലയിലാണ് ആരാധിക്കുന്നവൾക്കറിയാം. അവൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല തിട്ടമുണ്ട്. വെറും ഒരു സ്ത്രീ ഒന്നുമല്ല അവള്. ന്യായപ്രമാണം കൃത്യമായിട്ട് അറിയാവുന്നവൾ, വരുവാനുള്ള മശിഹയെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നവളാണ് ശമരിയാക്കാരത്തി സ്ത്രീ. പക്ഷെ നമ്മൾ ഓർത്തു നോക്കിക്കേ, അവൾക്ക് അറിയാവുന്ന ഒരു ന്യായപ്രമാണവും വരുവാനുള്ള മശിഹയെ കുറിച്ചുള്ള അവളുടെ അറിവും അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? മാറ്റം വരുത്തിയില്ല. അവൾ പാപിനിയായി ജീവിച്ചു. ആ പാപത്തിൽ തന്നെ അവൾ ജീവിച്ചു. വചനത്തെ കുറിച്ച് അറിവുണ്ടായി എന്നുള്ളത് കൊണ്ട് അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല, അവളുടെ ജീവിതത്തിന് മാറ്റം വന്നില്ല, അവളുടെ പാപ പ്രവൃത്തികൾക്ക് മാറ്റം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കൊത്തിരി വാക്യങ്ങൾ അറിയാം, നമുക്കൊത്തിരി വചനഭാഗങ്ങൾ അറിയാം, നമുക്ക് പ്രസംഗിക്കാൻ അറിയാം, വാക്കുകൾ നന്നായി ഉപയോഗിക്കാൻ അറിയാം, വചനം മുഴുവൻ ഞങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതത്തെ മാറ്റുന്നില്ല, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നില്ല. വചനത്തെ കുറിച്ചുള്ള അറിവ് നമ്മളിൽ ഒരു പാപ പ്രവൃത്തിയിൽ നമ്മെ വിടുവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അറിവിനും അപ്പുറം ഈ അറിവ് എന്ന് പറയുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. പ്രൈസ് ദി ലോർഡ്. ആ രുചിച്ചറിയുന്ന അറിവാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു പടി കൂടെ കടന്ന് എന്നോടുകൂടെ വസിക്കുന്ന എന്റെ പ്രാണപ്രിയനെ, ഞാൻ അവനിലോ അവൻ എന്നിലും വസിക്കുന്ന ആ പ്രാണനാഥനെ, എന്റെ വീണ്ടെടുപ്പുകാരനെ എനിക്ക് നന്നായി അറിയാമെന്ന് നമുക്ക് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ അറിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ വചനഭാഗങ്ങൾ അറിവാ. ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ടേ യഹോവ ദൈവം പറയുന്നില്ലേ, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട്, എങ്കിലും ഹൃദയം എങ്കിൽ നിന്ന് വളരെ ദൂരം അകന്നിരിക്കുകയാ. നമ്മളും ഇതുപോലെ അതരങ്ങൾ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നവരാണോ, അതോ ഹൃദയം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? നമ്മുടെ അറിവുകൾ, ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ വെളിപ്പാടുകൾ, ദൈവം ആരാണെന്ന് അറിയാനുള്ള നമ്മുടെ അറിവുകൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എത്ര പേർക്ക് അത് അറിയാനായിട്ട് കഴിയുന്നുണ്ട്? നമ്മുടെ ഈ ആരാധനാലയത്തിനകത്തൊക്കെ കടന്നു വരുമ്പോഴേ നമ്മൾ ഓർത്തു നോക്കിക്കേ, നമ്മൾ പറയാറുണ്ട്, രാജാതി രാജാവായവൻ, കർത്താതി കർത്താവായവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, കൃപയും ദീർഘക്ഷമയും മഹാദയം കരുണയുള്ള ദൈവം, സാറാപ്പുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്നവൻ, മൂപ്പന്മാർ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് നീ പരിശുദ്ധൻ യഹോവയെ വാഴ്ത്തുന്ന, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ എന്ന് പറയുന്ന ആ അനുഭവം, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ കൂടിവരവുകളിനകത്ത് ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ആ ആരാധനാലയത്തിനകത്ത് ചെല്ലുമ്പോ രാജാതി രാജാവായ കർത്താതി കർത്താവായവൻ ഞാൻ ഇരിക്കുന്ന ഈ ആരാധനാലയത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം. നമ്മുടെ വാക്കുകൾ ഒത്തിരി നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ കർത്താവ് ആലയത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമ്മൾ ഭരിക്കാറുണ്ടോ? എത്ര അലക്ഷ്യമായിട്ടാണ് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നത്, എത്ര അലസമായിട്ടാണ് നമ്മൾ മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ദൈവസന്നിധി ചെന്നിരിക്കുമ്പോ അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ അടുക്കലാണോ നമ്മൾ ചെന്നിരിക്കുന്നത് എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളത്തിനകത്ത് വരുന്നുണ്ടോ? നമ്മള് ശരീരം കൊണ്ട് അവിടെ ഇരിക്കുന്നെങ്കിലും നമ്മുടെ മനസ്സ് എത്രയോ ഇടങ്ങളിലേക്ക് പോകുന്നുണ്ട്, ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വലിയ ആരാധനകളും പ്രസംഗങ്ങളും അവിടെ നടക്കുമ്പോ നമുക്കതൊന്നും ശ്രദ്ധിക്കാനേ കഴിയുന്നില്ല. കാരണം നമുക്ക് ദൈവത്തെ അറിയാനേ കഴിയുന്നില്ല എന്നുള്ളതാ വാസ്തവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുക, കർത്താവേ
ആമേൻ ദൈവ സന്നിധാനത്തിൽ ഞാൻ വരുമ്പോ ആ ദൈവ സാന്നിധ്യം ഇരിക്കുന്ന ഇടത്ത്, ആമേൻ ആ ദൈവ സാന്നിധ്യം ഇരിക്കുന്ന ഇടത്ത് പഴയ നിയമകാലത്ത് പ്രാകാരത്തിൽ നിന്ന് അകത്തേക്ക് നോക്കാനുള്ള ആമേൻ അനുവാദമേ നമുക്കുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാം ജാതീയരായിരുന്നു. നമ്മളാരും യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ടവരല്ല, നമ്മളെല്ലാം ജാതീയരാ. നമുക്ക് ആർക്കും അതിനകത്തേക്ക് പ്രവേശിക്കാൻ ആമേൻ ഒരു സാഹചര്യവും അവസരവും ഇല്ലാതിരിക്കെ പ്രാകാരത്തിന് പുറത്ത് നിന്നുകൊണ്ട് ആമേൻ ഇങ്ങനെ അകത്തേക്ക് എത്തി നോക്കാൻ മാത്രം അനുവാദം ഉണ്ടായിരുന്നു നമ്മള്. ആമേ കൃപാസനത്തോളം അടുത്ത് ചെല്ലാൻ, പ്രൈസ് ദി ലോർഡ്, അവിടുന്ന് നമ്മളെ വീണ്ടെടുത്ത പുത്രന്മാരാക്കിയിരിക്കുമ്പോ ആ കൃപാസനത്തോളം അടുത്ത് ചെല്ലുമ്പോ ദൈവത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ദൈവം ആദിയിലുള്ള ദൈവം തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്. ആമേൻ യഹോവ കൃപയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവം എന്ന് പറയുമ്പോ തന്നെ ആമൻ അവൻ ദിനം പ്രതി കോപിക്കുന്ന ദൈവമെന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയണം ദൈവം ആരാണെന്ന്. നമ്മുടെ കയ്യിലെ ആമേൻ ഒരു കളിപ്പാവയെ പോലെ നമ്മൾ ദൈവത്തെ കാണരുത്. ആമേൻ എന്തും പറയാവുന്ന ഒരു ഇടമാണ് ആരാധനാലയമെന്ന് നമ്മൾ ചിന്തിക്കരുത്. എനിക്ക് എന്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ആരാധനാലയമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ആമേൻ എന്റെ കഴിവ് കൊണ്ടും എന്റെ പ്രാപ്തി കൊണ്ടും എന്റെ ധനം കൊണ്ടും ഒക്കെയാണ് സഭ ഓടുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാറ്റിന്റെ മേലും എനിക്ക് ആധിപത്യമുണ്ടെന്നോ നമ്മൾ ചിന്തിക്കരുത്. ആമേൻ നമ്മുടെ പ്രാണന്റെ മേൽ അവകാശമുള്ളവൻ ദിനം പ്രതി കോപിക്കുന്നവൻ, മനം തിരിയുന്നില്ലെങ്കിൽ തന്റെ വാളിന് മൂർച്ച കൂട്ടുന്ന ദൈവം. ആ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ അറിയണം. ദൈവ സ്നേഹമാണെന്ന് നമ്മൾ അറിയുമ്പോൾ തന്നെ, ദൈവ സ്നേഹമാണെന്ന് നമ്മൾ അറിയുമ്പോൾ തന്നെ, ദൈവ കരുണയുള്ളവനാണെന്ന് അറിയുമ്പോൾ തന്നെ, ദൈവ കൃപയുള്ളവനാണെന്ന് അറിയുമ്പോൾ തന്നെ മനം തിരിയുന്നില്ലാത്തവന്റെ വാളിന് മൂർച്ച കൂട്ടുന്ന ദൈവത്തെ കുറിച്ചോ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്ന ദൈവത്തെ കുറിച്ച് നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം. ഇവിടെ പറയുക, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവം. ആത്മാവ് നമ്മളോട് പറയാ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട്. ദൈവം അന്നും ഇന്നും ഒരേ നിലയിൽ തന്നെയുള്ളവനാ. ദൈവത്തിന് ഒരു മാറ്റവും ഇല്ല. മാറ്റം വന്നിട്ടുള്ള നമുക്കാ കേട്ടോ. നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോ നമ്മൾ ദൈവത്തോടൊന്ന് പറഞ്ഞ്, കർത്താവേ എന്റെ മനോഭാവം എന്താ, ദൈവസന്നിധാനം ചെല്ലുമ്പോ എന്റെ ചിന്ത എന്താ, ഞാൻ എന്റെ ആരാധനകളോട് എങ്ങനെയാ ഞാൻ സമീപിക്കുന്നത്, ആരാധനകളോട് ദൈവവചന കേൾവിയോട് എന്റെ സമീപനം എങ്ങനെയാ. ഞാൻ ദൈവത്തിന്റെ വചന സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. ആമേൻ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് എന്താ അറിയാമോ? ദൈവാലയത്തിലേക്ക് പോകുമ്പോ കാൽ സൂക്ഷിക്ക, മൂഢന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് എന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായകയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അപ്പൊ ദൈവാലയത്തേക്ക് പോകുമ്പോ എന്ത് ചെയ്യണം? കാൽ സൂക്ഷിക്കണം. കാൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആലങ്കാരിക അർത്ഥമാ. നാം നമ്മളെ തന്നെ സൂക്ഷിക്കണം. എവിടേക്കാണ് പോകുന്നത്? അവിടെ പറയുന്ന അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവത്തിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിലൊക്കെ പ്രതികരിക്കാൻ നമുക്ക് തോന്നും, വേഗത്തിലൊക്കെ ചിലതിനോടൊക്കെ പ്രതികരിക്കാൻ നമുക്ക് ടെൻഡൻസി വരും. പക്ഷേ ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കാൻ നമുക്ക് കഴിയണം. ആമേൻ. ആ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? എന്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചിന്തകളെയും വിചാരങ്ങളെയും ഞാന് ആമേൻ ഒരു യോദ്ധാവിനെ എങ്ങനെ കീഴ്പ്പെടുത്തുന്നുവോ, ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ഞാൻ അതിന്റെ മേൽ കയറി നിൽക്കുന്നുവോ, അതുപോലെ എനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി എന്നിൽ ചിന്തകൾ ഉയരാം, എന്റെ ഹൃദയത്തിനകത്ത് പലതിനോട് പ്രതികരിക്കാൻ തോന്നാം, വേഗത്തിൽ പ്രതികരിക്കാൻ തോന്നും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിനേക്കാൾ, ചിന്തകളെക്കാൾ എന്നിൽ ആത്മാവിന്റെ നിറവുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യോ? അതിന് വിരോധമായി വരുന്നതിനെ പിടിച്ചടക്കാൻ എനിക്ക് കഴിയും. പലപ്പോഴും നമുക്ക് പിടിച്ചടക്കാൻ കഴിയാത്ത എന്താണെന്ന് അറിയാമോ? നമ്മുടെ പുറമെയുള്ള മനുഷ്യന് ശക്തിയും നമ്മുടെ അകമയുള്ള മനുഷ്യന് ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പലതിനെ ജയിക്കാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്താൻ പല കാര്യങ്ങളും ചെയ്യും, ഇല്ലേ? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഈ അടുത്ത സമയത്ത് സിസ്റ്റർ പറഞ്ഞു, ഇപ്പൊ പുതിയ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. 1.5 മണിക്കൂർ നമ്മൾ ഇരുന്നാല് ആ ട്രീറ്റ്മെന്റ് 1.5 മണിക്കൂർ നമ്മുടെ മുഖത്ത് ചെയ്യുന്ന ഒരു ഫേഷ്യലിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത് 1.5 മണിക്കൂർ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഈ 1.5 മണിക്കൂർ ഇരിക്കുന്ന കാര്യമൊക്കെ ഓർത്തപ്പോ എനിക്കൊരു വിഷമം. അതുകൊണ്ട് ഞാനപ്പൊ ഇങ്ങനെ ചിന്തിച്ചു, പുറമെയുള്ള മനുഷ്യന് സൗന്ദര്യം വരുത്താൻ എത്ര പണവും എത്ര സമയവും
എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് മുഴുവൻ ചെയ്യാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ ചർച്ചിലെ ജിമ്മിൽ പോകുന്ന ഒരു മോനുണ്ട്. ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, നീ ജിമ്മിൽ പോയിട്ട് അതുകൊണ്ട് എന്തോ പ്രയോജനം? അവനാണെങ്കിൽ വിശദീകരിക്കാൻ തുടങ്ങി, വാദോരാതെ വിശദീകരിക്കാൻ തുടങ്ങി. അവൻ എന്നോട് പറയാ, ഞാനൊക്കെ ജിം എന്ന് പറയുന്നത് സാധനത്തിന്റെ ഏറ്റവും താഴെ ഇങ്ങ അറ്റം നിൽക്കുന്നോളൂ ആന്റി, ഇതൊന്നുമല്ല, ഇതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് അവൻ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അവൻ തന്നെ അവന്റെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിക്കുന്നത്, അവനവന്റെ ഭക്ഷണത്തെ കുറിച്ചും അവന്റെ ജീവിത രീതികളെ കുറിച്ചൊക്കെ അവൻ പറഞ്ഞു. ഞാൻ ഓർത്തു, എന്റെ കർത്താവ് നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോയ ഒരു ചെറുക്കൻ. എന്നിട്ട് അവൻ എന്നോട് പറയാ, നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം ആന്റി, നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം, ആ ശരീരം നന്നായിട്ടിരിക്കാൻ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം. അവന്റെ ആ വാതോരാതുള്ള വാക്കുകളൊക്കെ കേട്ടപ്പോ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിന്റെ പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ സൗന്ദര്യമുള്ളതായിട്ടിരിക്കാൻ നീ അതിരാവിലെ എഴുന്നേൽക്കുന്നു, ജിമ്മിൽ പോകുന്നു, നീ എല്ലാ ഭക്ഷണവും ഒന്നും വാരി വലിച്ച് കഴിക്കുന്നില്ല, വീട്ടിലുണ്ടാക്കുന്ന ആഹാരം എല്ലാം ഒന്നും നീ കഴിക്കുന്നില്ല, നിനക്ക് നിന്റേതായ ഭക്ഷണ രീതികളുണ്ട്, അത് നീ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നു, എത്ര ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു കൊച്ചു ചെയ്ത് നോക്കെ, അതൊരു ആൺകൊച്ച്. അവന്റെ ഭക്ഷണം അവൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നു, എന്നിട്ട് അവന്റെ ശരീരത്തെ സ്നേഹിക്കാം. ഞാൻ ചോദിച്ചു, നിന്റെ അകത്തുള്ള മനുഷ്യന് സൗന്ദര്യം വരാൻ വേണ്ടി, നിന്റെ അകത്തുള്ള മനുഷ്യന് കരുത്ത് വരാൻ വേണ്ടി, നിന്റെ അകത്തുള്ള മനുഷ്യനൊന്ന് ബലപ്പെടാൻ വേണ്ടി, അതൊന്ന് പുഷ്ടിയുള്ളതായിരിക്കാൻ നീ എത്ര സമയം വേർതിരിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നാമത്തെ കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോ, നമ്മളൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ച ഈ രാത്രി, പ്രൈസ് ദി ലോർഡ്, ഞാൻ എന്റെ അകത്തുള്ള മനുഷ്യന് ശക്തി വരാൻ, എന്റെ അകത്തുള്ള മനുഷ്യന് സൗന്ദര്യം വരാൻ, എന്റെ അകത്തുള്ള മനുഷ്യന് ശോഭയുണ്ടാകാൻ എത്ര സമയം നമ്മൾ വേർതിരിക്കുന്നുണ്ട്? എത്ര സമയം നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച, എല്ലാവരും സ്വയം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മളെ പലപ്പോഴും ഈ ഉപയോഗിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാളല്ലേ. ഞാനും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ എന്നെ ഉപയോഗിക്കണം, ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ തരിക, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ അങ്ങ് തരിക, എന്നെ ഉപയോഗിക്കണേ. ദൈവം നമ്മളോട് പറയുന്ന, ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് നമ്മൾ ഈ കടയിൽ ചെല്ലുമ്പോൾ കാശ് കൊടുത്ത പാത്രം വാങ്ങാൻ നമുക്ക് വളരെ, കാരണം അത് അവിടെ ഇരിക്കും, അത് മനോഹാരിതയായിട്ട് അവിടെ ഇരിക്കുന്നത്. പക്ഷെ പാത്രത്തിനൊരു കഥ പറയാനില്ലേ? മണ്ണിൽ നിന്ന് വേർപെടുത്തിയപ്പം, ഉണക്കിയപ്പം, കരടെടുത്തു കളഞ്ഞപ്പം, പണിതപ്പം ഒക്കെ സുഖകരമായിരുന്നോ? അല്ല, സുഖകരമല്ലായിരുന്നേ. ഇതിനകത്ത് കൊച്ചുമോൻ ബീന ആത്മാവ് പറയുക, ദൈവത്തിന് ഉപയോഗിക്കാൻ തക്ക ശോഭയുള്ള ഒരു മാനപാത്രം ആയിത്തീരാൻ ദൈവം നിന്നെ വിടുന്ന ചില വഴികളുണ്ട്. ആത്മാവ് എന്നോട് പറയുന്നു, നമ്മൾ ചോദിക്കും, പണി കഴിഞ്ഞില്ലേ കർത്താവ്? എത്ര നാളുകൊണ്ട് പണി കഴിഞ്ഞില്ലേ ചോദിക്കുമ്പോ കർത്താവ് നമ്മളോട് പറയാ, അല്പം കൂടെ നീ കാത്തിരിക്കുക. ആത്മാവ് അങ്ങനെ തന്നെ നിന്നോട് വിളിച്ചു പറയുന്നു, ഒരു സ്വല്പകാലം കൂടെ നീ കാത്തിരിക്കുക, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടാൻ തുടങ്ങും. രേഖമേനെ ഹതുര ലഗക്ഷരാധനസി, ശോഭയുള്ള പാത്രമായി, മാന്യതയുള്ള പാത്രമായി. ഒരു കരട് പോലും മനുഷ്യർക്ക് നോക്കുമ്പോ അതിനകത്ത് ന്യൂനതയായി പറയാനില്ലാത്തതുപോലെ ഏറ്റവും ശോഭയുള്ള മാന്യതയുള്ള മാനപാത്രമാക്കി നിന്നെ പണിതെടുത്ത് എനിക്ക് നിന്നെ മാനിക്കുവാൻ പദ്ധതിയുടേത് ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക. രേഖമേനെ ഹതുരലക സകാനഗക്ഷരാധനസി അടകം ജഗനഘടക സംഭവാലകത്തുര. മണ്ണുകൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ പല വിധത്തിലുമുണ്ട്. പക്ഷെ തീൻമേശയിൽ വരുന്ന പാത്രത്തോട് ചോദിച്ച ആ പാത്രം പറയോ, ചെടിച്ചട്ടി പണിതതുപോലെയല്ല എന്നെ പണിതത്, പിന്നെയും എത്രയോ കടമ്പകൾ ഞാൻ കടന്നിട്ട് ഞാൻ ഈ തീൻമേശയിൽ വന്നെന്നറിയാമോ? ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, പ്രഭുക്കന്മാരോടുകൂടെ തന്നെ നിന്നെ ഇരുത്തേണ്ടതിന് ശോഭയുള്ള ഒരു മാനപാത്രമാക്കി നിന്നെ തീർക്കാൻ ഞാൻ പണിതെടുക്കുന്ന ദിനങ്ങളത്രേ നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികളെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. അതനം ദരഘടകം ജൽഗക്ഷരാധനസി, ഉടകം വരന്തന തകർന്നു പോകുമെന്നൊക്കെ നിനക്ക് തോന്നി. ഇവിടം കൊണ്ട് അവസാനിച്ചുവെന്ന് നിനക്ക് തോന്നി. മുന്നോട്ട് പോക പറ്റത്തില്ലെന്ന് നിനക്ക് തോന്നി. റഖമന ഹടകജനഘടക സകലതും തീർന്നുവെന്ന് തോന്നി. പക്ഷെ ആത്മാവ് പറയുന്നു, അവസാനിച്ചു എന്ന് തോന്നുന്ന ഇടത്തു നിന്ന് പുതുജീവൻ നിനക്ക് നൽകി നിന്നെ പുതുതാക്കി തീർത്ത മാന്യതയുള്ള ശോഭയുള്ള പാത്രമാക്കി സകലരാലും ആദരിക്കപ്പെടുമാറ് എന്റെ പ്രവർത്തിക്കാൻ ഞാൻ നിന്നെ ഒരുക്കിയെടുക്കുന്ന ദൈവമെന്ന ആത്മാവ് വിളിച്ചു പറയുന്നു. ആത്മാവ് ഇങ്ങനെ എന്നെ കടിക്കുന്നു. ഇരമ്യാവിനെ നാവിനെ തൊട്ടിട്ട് ദൈവം അവനോട് പറഞ്ഞു, ഇരമ്യാവേ, ഇതാ ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ നാവിന്മേൽ നൽകിയിരിക്കുക, നീ അങ്ങ് പോയാ മതി. പറക്കാരെ മുള്ളും ഒക്കെ അവിടെ ഉണ്ടെന്നേ, പക്ഷേ ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും. കാരണം നാവിന്മേൽ വചനം നൽകിയവൻ ഞാനാ.
റഥന സിഖാനകക്ഷരാധനസി ഘടകം വരം തുനയിലൊക്കെ യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ജയമെടുക്കുക. ഉപയോഗിക്കപ്പെടണമെങ്കിൽ പണിയപ്പെടാൻ നിന്നു കൊടുക്കാൻ തയ്യാറാക്കണം. പണിയാൻ നമുക്കാർക്കും ഇഷ്ടമല്ല, പക്ഷേ ഉപയോഗിക്കണമോ പണിയപ്പെടാൻ സ്വയം വിധേയപ്പെടുത്തി കൊടുക്കണം. അവനെ ഇവിടെ പറയുന്നു, അവൻ എന്റെ നാമത്തെ അറിയാൻ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അവൻ എന്റെ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ അറിവ് പലവിധമാണ്. ഒരിക്കല് ഈ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വേദഭാഗത്തിലൊന്നും പറഞ്ഞു വേഗത്തെ പറഞ്ഞു പോകാം. ആമൻ യജമാനനെ ദൂരത്ത് പോയപ്പോഴേ ആമൻ ഓരോ 3 മനുഷ്യരെ വിളിച്ചു. ഒരുത്തന്റെ 5 താലന്ത്, ഒരുത്തന്റെ 2 താലന്ത്, ഒരുത്തന്റെ 1 താലന്ത് കൊടുത്തു. നമുക്കറിയാം 5 താലന്ത് കിട്ടിയവൻ 5 താലന്ത് നേടി, കൂടെ നേടി. 2 കിട്ടിയവൻ 2 കൂടെ നേടി. 1 കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചിട്ടു. അവൻ ആകെ ചെയ്ത പണി എന്താ? കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിട്ടു. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ കയ്യിലെല്ലാം ദൈവം താലന്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ ആകെ ചെയ്ത പണി ഒരു കുഴി കുഴിച്ചു എന്ന ഒറ്റ പണി അല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചാൽ താലന്ത് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് കിട്ടിയ താലന്തിനെ കുറിച്ച് നമുക്ക് യാതൊരു ബോധ്യവും ഇല്ല. നമുക്ക് ലഭിക്കാത്ത താലന്തുകളെ കുറിച്ച് അത് പ്രാപിക്കാനുള്ള വ്യക്തത ദൈവം നമ്മളോട് പറയാ, നിന്റെ കയ്യിൽ തന്ന ചെറുതിനെ നീ അത് വ്യാപാരം ചെയ്യാൻ തുടങ്ങിയാൽ വർദ്ധിപ്പിച്ചറിയുന്നവൻ ദൈവ. ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വചനങ്ങളെ, എന്നെ ദൈവം ഏൽപ്പിച്ച കൃപാവരങ്ങൾ, ദൈവം എന്നെ ഏൽപ്പിച്ച താലന്തുകൾ, അത് പ്രാർത്ഥിക്കാനാകട്ടെ, പാടാനാകട്ടെ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനാകട്ടെ, സഹായിക്കാനാകട്ടെ, എന്തും നീ അതിനുവേണ്ടി ഒന്ന് തയ്യാറാകാൻ തുടങ്ങിയാൽ അതിനെ വർദ്ധിപ്പിച്ചു തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളോട് ഈ രാത്രി പറയുന്നു, അതിനെ ഒന്ന് ഉപയോഗിക്കാൻ തയ്യാറാകാം. അതല്ല എന്റെ വിഷയം. എന്നിട്ട് ആ മനുഷ്യന് കർത്താവിന് യജമാനം വന്ന് തന്റെ താലന്ത് ചോദിച്ചു. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന് യജമാനെ കുറിച്ച് ഒരറിവുണ്ടായിരുന്നു. അവനുണ്ടായ അറിവ് എന്താണെന്ന് അറിയാമോ? വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യേ, വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ. അവനെ കുറിച്ചുള്ള അറിവ് എന്തായിരുന്നു? നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് എന്തുവാ? ദൈവം നല്ലവരെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവം എന്റെ വീണ്ടെടുപ്പുകാരൻ ഞാൻ രുചിച്ചറിഞ്ഞു. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് എന്റെ ദൈവമെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. എനിക്ക് വേണ്ടി ആഴിയിൽ വഴിയൊരുക്കുന്നവനാണ് എന്റെ ദൈവമെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. എനിക്ക് വേണ്ടി നിത്യതയോളം എനിക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു തരുന്നവനാണ് ദൈവമെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. എന്റെ മരുഭൂമിയുടെ നടുവിൽ എനിക്ക് വേണ്ടി നീരുറവകളെ തുറക്കുന്നവനാണ് എന്റെ ദൈവമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്റെ ജീവിതത്തിന്റെ മാറായിട അനുഭവങ്ങളെ മധുരമാക്കാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ ഇവന് കിട്ടിയ അറിവ് എന്താണെന്ന് അറിയാമോ? നീ ഒരു കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അറിവ് എന്താണെന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗം മുന്നോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ ഉയർത്താൻ, ദൈവത്തിന്റെ കൈക്കീഴിൽ അവിടെ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കും. ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൈക്കീഴിൽ നമ്മൾ താണിരിക്കാൻ തയ്യാറായാൽ തക്ക സമയമാകുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് ആ വാക്യം പറയാം. ദൈവത്തിന്റെ കൈക്കീഴിൽ നമ്മൾ സ്വയം അങ്ങ് താണിരുന്ന് കൊടുത്താൽ മതി. തക്ക സമയമാക്കുമ്പോ ദൈവം നമ്മളെ ഉയർത്തും. ദൈവത്തിന്റെ കൈക്കീഴിൽ നമ്മൾ അമർന്നിരുന്ന് കൊടുക്കാൻ തയ്യാറായാൽ മതി. തക്ക സമയമാക്കുമ്പോ ദൈവത്തിന്റെ വഴി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ജെൻസി റോബിൻ, ആത്മാവ് നിന്നോട് പറയുന്നു, നീ ദൈവത്തിന്റെ കയ്യിൽ താണിരുന്ന് കൊടുത്താൽ മാത്രം മതി. തക്ക സമയമാക്കുമ്പോ ഒരു നിമിഷം വൈകത്തില്ല കേട്ടോ, ഒരു നിമിഷം താമസിക്കത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ട വഴി, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരേണ്ട നന്മ, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരേണ്ട ഉയർച്ച, ആ നിമിഷം ദൈവം അത് ചെയ്തെടുക്കുമെന്ന് ആത്മാവ് വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ വൈകുന്നുവെന്ന് നിനക്ക് തോന്നുമ്പോ ആത്മാവ് നിന്നോട് പറയുന്നു, ഇല്ല കുഞ്ഞേ, വൈകുന്നില്ല. നീ താണിരിക്ക്. ദൈവത്തിന്റെ കരങ്ങളിൽ എന്റെ ഭാവി സുരക്ഷിതമാ. ദൈവത്തിന്റെ കരങ്ങളിൽ എന്റെ പ്രാണൻ സുരക്ഷിതമാ. ദൈവത്തിന്റെ കരങ്ങളിൽ എന്റെ ജീവൻ സുരക്ഷിതമാണെന്ന് നീ പറ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ നീ എന്താ ഇതുവരെ കണ്ട ചിലതൊക്കെ നിനക്ക് അതിശയകരമായി തോന്നത്തക്ക വേണം. ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി, നിന്റെ അവസ്ഥകൾക്ക് പലരും ആശ്ചര്യം കൂറുമാറ്. ആ വാക്ക എനിക്ക് വരുന്നത്. ആത്മാ പറയുന്നു, പലർക്കും ആശ്ചര്യം കൂറുമാറ്. നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി നിന്നെ ഉയർത്തുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് വിളിച്ചു പറയാം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത് ഇവിടെ പറയുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമരുളും. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ഹൃദയം തുറന്നൊന്ന് വിളിക്കാൻ കഴിയുമോ നമുക്ക്? ഹൃദയം തുറന്ന് ഒരുപക്ഷെ ഇതിനു മുൻപ് വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഈ ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊന്ന് പിടിച്ചു വെച്ച് ചിലര് നമ്മൾ ഈ സഭകളിലൊക്കെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഇതിനകത്ത് ശുശ്രൂഷിക്കാനൊക്കെ പോകുന്നവരുണ്ടാകാം, എനിക്കറിയില്ല. ഞാനിങ്ങനെ
അവൻ ഒരു 7 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ആണെന്ന് വെച്ചാൽ നമ്മുടെ സഭയിൽ നടക്കാം. ഒരു ദിവസം ഒരു ദൈവത്തിന്റെ ദാസം വന്നിട്ട് അവൻ പ്രസംഗിച്ചു. ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. പ്രസംഗിച്ചു, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു പേപ്പറിൽ ഒരു ബുക്ക് എടുക്കണം, നിങ്ങൾ അതിനകത്ത് എഴുതണം, എന്നിട്ട് നിങ്ങൾ അതിന്റെ മേൽ കൈ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണല്ലോ. നമ്മൾ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് വീട്ടിൽ ചെന്നാന്ന് ഉപവാസ പ്രാർത്ഥന 1-ാം ദിവസമാണ് എന്ന് നമ്മൾ കുട്ടിക്കോ. നമ്മൾ ഒരു ഡയറി ഒക്കെ എടുത്തു, നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം വിഷയങ്ങളെല്ലാം അതിനകത്ത് എഴുതി, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ആ കൈ അതിന്റെ മുകളിലോട്ട് നമ്മൾ അങ്ങ് വെച്ചിട്ട് നമ്മൾ കർത്താവേ, എന്റെ ഈ വിഷയത്തിനകത്ത് ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, സ്തോത്രം, ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, സ്തോത്രം. 1, 2, 3, 4 വിഷയങ്ങൾ എണ്ണമിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം അടുത്തൊരു ദൈവദാസം വന്നു എന്ന് നമ്മൾ ചിന്തിച്ചോ. അദ്ദേഹം പറഞ്ഞു, ചിലരാണെങ്കിൽ എഴുതി വെച്ച് അതിന്റെ മേലെ കൈയും കൂടെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം നമ്മുടെ നെടുവീർപ്പുകൾ അറിയുന്ന ദൈവമല്ലയോ, ദൈവം നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം അല്ലയോ, ദൈവം നമുക്ക് എഴുതി വെക്കേണ്ട കാര്യം. കാരണം നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ എന്തുണ്ട്, നമ്മുടെ ആവശ്യം ദൈവം അറിയുന്നുണ്ട്. അപ്പൊ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക വചനത്തിലൂടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം കീറിക്കളയും. നമ്മൾ ഞാൻ എനിക്ക് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ, നമുക്ക് എന്ത് വെളിപ്പാട് കിട്ടിയിട്ടുണ്ടോ ആ വെളിപ്പാടിനനുസരിച്ച് നമ്മള് സ്നേഹം മനുഷ്യർ ഓരോ വ്യക്തികൾ പ്രകടിപ്പിക്കുന്ന വ്യത്യസ്തമായ തലത്തിലല്ലേ. ചിലർ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പല തലത്തിലാ. ചില പിള്ളേർ എഴുതി പഠിക്കാറുണ്ട്, മറന്നു പോതെ. ഇന്നും ഞാൻ വാക്യങ്ങൾ ചിലപ്പോൾ എനിക്ക് പഠിച്ച ഓർമ്മയില്ല, ഞാൻ ചിലപ്പോൾ എഴുതിയാ പഠിക്കുന്നത്. കാരണം എന്റെ ഓർമ്മയിൽ നിന്ന് പോകത്തില്ല. എല്ലാവരും അതുകൊണ്ട് എഴുതി പഠിക്കണമെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ലെവലാ. ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് എഴുതി വെച്ച് അതിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഒരു സന്തോഷമാണെങ്കിൽ നീ അങ്ങനെ അങ്ങ് ചെയ്യും. ഇനി അതല്ല, എന്റെ നെടുവീർപ്പ് അറിയുന്ന ദൈവം, എന്റെ കണ്ണിൽ നിന്ന് ഉരുത്തിരിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന്റെ കാരണം അറിയുന്നവനാണ് എന്റെ ദൈവമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ എഴുതണ്ട, നീ അങ്ങ് ചെല്ല്. ഈ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ആടി നിൽക്കരുത്. ദൈവത്തിന് നമ്മളോടുള്ള ബന്ധം. ഇനി ചിലര് പറയാറുണ്ട്, ഭൗതിക ആവശ്യങ്ങൾ ദൈവത്തോട് പറയാൻ പാടുണ്ടോ, ആത്മീയത മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ ഭർത്താവിനോടോ എന്റെ അപ്പനോടോ സംസാരിക്കുന്നത് എങ്ങനെയാ സംസാരിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇന്ന് രാവിലെ 8 തൊട്ട് 9 വരെ തമ്മിൽ സംസാരിക്കും. പിന്നെ നമ്മൾ സംസാരിക്കത്തേ ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ 2 തൊട്ട് 3 വരെ സംസാരിക്കും. പിന്നെ സംസാരിക്കത്തേ ഇല്ല. പിന്നെ രാത്രി 9 തൊട്ട് 10 വരെ സംസാരിക്കും. അങ്ങനെയാണോ സംസാരിക്കുന്നത്? അങ്ങനെയല്ല സംസാരിക്കുന്നത്. എനിക്ക് എന്റെ കൂട്ടാളിയോട്, എന്റെ പിതാവിനോട്, എന്റെ മാതാവിനോട്, എന്റെ സുഹൃത്തിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ സംസാരിക്കുക. എനിക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വിളിക്കുക. എനിക്ക് ബന്ധപ്പെടണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ സംസാരം എന്ന് പറയുന്നത്. ഞാനിപ്പോ ബീനാന്റിയെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു. കാരണം അതിൽ കൂടുതൽ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ പേഴ്സണൽ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ എന്റെ അമ്മ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ കരഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടെന്നിരിക്കും. എന്റെ വികാരങ്ങൾ ഞാൻ പ്രകടിപ്പിക്കും. കാരണം ഞാനും എന്റെ അമ്മയുമായിട്ടുള്ള ബന്ധം അങ്ങനെയാ. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ദൈവമായിട്ട് സംസാരിക്കുന്നത്. അതിന് സമയം ഒരു വിഷയമല്ല, സന്ദർഭം ഒരു വിഷയമല്ല, ഞാൻ എവിടെയാണെന്നുള്ളത് ഒരു വിഷയമല്ല, ഇതൊന്നും ഒരു വിഷയമല്ലെന്നേ. എനിക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റും ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. നമ്മള് എന്റെ കുഞ്ഞ് ഇപ്പം ഒരു രോഗാവസ്ഥയിൽ വന്നു. ഞാനൊരു എക്സാമ്പിൾ പറയാം. അവന് രോഗത്തെ അത് കഴിഞ്ഞിട്ട് അവന് ICUവിലേക്ക് കൊണ്ടുപോവാ. ഡോക്ടറിനോട് പറയാ, പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല, നീ പ്രാർത്ഥിക്കും, നിനക്ക് എന്താ ചെയ്യാൻ പറ്റും ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാൻ നിൽക്കുന്ന ഇടം ഹോസ്പിറ്റലാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കണം, എന്റെ ചുറ്റും ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഇതിനകത്തുണ്ടോ? ഞാൻ നിൽക്കുന്നിടവും മറക്കും, ഞാൻ ആയിരിക്കുന്ന സ്ഥലവും മറക്കും, ഞാൻ നിലവിളിക്കാവുന്നിടത്തോളം നിലവിളിക്കും. കാരണം എന്റെ മുമ്പിൽ എന്റെ കുഞ്ഞു മാത്രമോ എന്റെ വിഷയമാ. എന്റെ വിഷയത്തിന്റെ ആഴവും അതിന്റെ ആവശ്യകതയും അനുസരിച്ചാണ് എന്റെ പ്രാർത്ഥന ഉയരുന്നത്, എന്റെ ഉപവാസം ഉയരുന്നത്, എന്റെ കണ്ണുനീര് വരുന്നത്, എന്റെ നിലവിളി എന്ന് പറഞ്ഞാൽ നിലവിട്ട് വിളിക്കുന്നതിനാ നിലവിളി എന്ന് പറയുന്നത്. ഞാൻ വിളിച്ചപേക്ഷിക്കുക, ഞാൻ വിളിച്ച് ദൈവത്തോട് യാചിക്കുക. കാരണം എനിക്ക് ദൈവത്തിന്റെ ഒരു ഇടപെടൽ എന്റെ വിഷയത്തിനകത്ത് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതിന് വെള്ളിയാഴ്ച ഉപവാസം വരണമെന്നൊന്നുമില്ല, അതിന് ഞായറാഴ്ച ഉപവാസം വരണമെന്നൊന്നുമില്ല, അതിന് കാത്തിരിപ്പ് യോഗം വരണമെന്നൊന്നുമില്ല, അതിന് സഭയിൽ ഉപവാസ പ്രാർത്ഥന വെക്കണമെന്നൊന്നുമില്ല. എപ്പോൾ എനിക്ക് ദൈവത്തെ വിളിക്കണമോ, രാത്രിയുടെ 4-ാമത്തിലാണോ, പ്രഭാതത്തിലാണോ, ഉച്ചയ്ക്കാണോ, ഏത് സമയത്ത് എനിക്ക് ദൈവത്തെ വിളിക്കാൻ കഴിയുന്നുവോ, നീ ആ ദൈവ സന്നിധാനത്തിലേക്ക് അടുത്തിയെന്ന്, അപ്പാ പിതാവേ എന്ന് ഹൃദയം തുറന്നൊന്ന് വിളിക്കാൻ തയ്യാറായാൽ നിലവിളിയുടെ മുൻപാകെ നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. കണ്ണുനീർ കണ്ടാൽ മനസ്സെരിയുന്ന ഒരു ദൈവം, കരയുന്നവരോടുകൂടെ കരയുന്ന ഒരു ദൈവം, ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോ കൂടെ പോയവർക്കൊക്കെ തോന്നി, നീ മിണ്ടാതിരി, നീ എന്തിനാ ഇത്ര ഒച്ചത്തിലൊക്കെ വിളിക്കുന്നത്? കേട്ടവർക്ക് അതൊക്കെ അസഹനീയമായി തോന്നിയെങ്കിലും അവൻ നിർത്താൻ തയ്യാറായില്ല.
അവൻ ഉറക്കം നിലവിളിച്ചു. കാരണം അവന്റെ ആവശ്യം അത്ര വലുതായിരുന്നു. ചുറ്റുപാടുള്ളവർ എന്ത് പറയുന്നല്ല, അപ്പുറത്തിരുന്ന് ആരാധിക്കാൻ നീ എത്രയോ സൗണ്ട് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കൂ എന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ആവശ്യമുണ്ടോ? പണ്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോ എന്റെ പഴയ കാലത്തൊക്കെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വാദമുണ്ട്. കർത്താവെ, ഇടം മറന്നും സമയം മറന്നു ദൈവത്തെ ആരാധിക്കാൻ, ദൈവ സാന്നിധ്യം അനുഭവിച്ചെടുത്ത് ആരാധിക്കാൻ ഞങ്ങൾ കഴിയണം. ഇന്ന് നമ്മൾ ഇടവും സ്ഥലവും അപ്പുറത്തിരിക്കുന്നവരെ ഒന്നും മറക്കത്തില്ല. നമ്മൾ നല്ല പരിസര ബോധമുള്ളവരാ. കാരണം നമുക്ക് അത്ര നിലവിട്ടൊന്നും വിളിക്കേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. ഇന്ന് രാത്രി ആത്മാവ് നമ്മളോട് പറയുന്നു, നിന്റെ വിഷയത്തിന്റെ വലിപ്പം അനുസരിച്ച, നിന്റെ ആഗ്രഹം അനുസരിച്ച ദൈവപ്രവൃത്തി നിനക്ക് വേണമോ? വിടുതൽ നിനക്ക് അനിവാര്യമാണോ? ആവശ്യം നിനക്ക് വലുതാണോ? നീ വാ തുറന്ന് വിളിക്കാൻ തയ്യാറാക്ക. നിൽക്കുന്നവനാ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ലിസി ജോൺ ബാംഗ്ലൂർ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ അവൻ മിണ്ടാതിരിപ്പാൻ പലരും നിർബന്ധിക്കുമ്പോഴും നീ നിന്റെ വായ വിസ്താരത്തിൽ ഒന്ന് തുറന്ന ആമേൻ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചാൽ ആത്മാവ് നിന്നോട് പറയുന്നു, നാളുകളായി നിന്റെ ചില വിഷയത്തിന് മേൽ ആധിപത്യം പുലർത്തി നിൽക്കുന്ന ചില നിന്റേതെന്ന് അവൻ അനുഭവിക്കേണ്ട ചില വിഷയങ്ങൾ നിന്റെ കരങ്ങൾ വിട്ടുതരാതെ വേണോ, അത് നിന്റെ ജീവിതത്തിൽ വന്നു ചേരാതെ വേണോ, അതിനെ തടഞ്ഞു വെക്കുന്ന ചില ഇരുളിന്റെ ആധിപത്യങ്ങളെ ഞാൻ വെട്ടിമാറ്റിയെടുത്ത നിന്റെ സ്ഥിതികൾക്കും സാഹചര്യങ്ങൾക്കോ അവസ്ഥകൾക്കും മാറ്റം വരുത്തി ഞാൻ നിന്നെ മാനിച്ചെടുക്കുന്ന ദൈവമെന്ന് ആത്മാവ് വിളിച്ചു പറയുക. ഹൃദയം തുറന്നൊന്ന് വിളിക്കാൻ തയ്യാറാക്കുമോ? അക്ഷരം ധനം ധനാധുരം ധനരകരികടകോ ആത്മാവിന്റെ ബലം ഈ ദിവസം നീ ഏറ്റെടുക്കണം. അഭിഷേകത്തിന് നിറവ് നീ ഏറ്റെടുക്കണം. ചിലതിനെ ചവിട്ടാൻ, ചിലതിനോട് കൽപ്പിക്കാൻ അഭിഷേകത്തിന് നിറവ് നിന്റെ മേലൊന്ന് വെളിപ്പെടാൻ ദിവസം നീ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവ് പറയുന്നു, കുരുടൻ ഒരു സൗഖ്യം ലഭിച്ചപ്പോ അവന്റെ ഇരിപ്പ് മാറി, അവന്റെ വസ്ത്രധാരണം മാറി, അവന്റെ കൂടെ സഹവസിക്കുന്നവർ മാറി. ആത്മാവ് പറയുന്നു, ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയാലുണ്ടല്ലോ പിന്നെ ഇരുന്നിടത്തല്ല നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ആയിരിക്കുന്നിടത്തല്ല നമ്മൾ ആയിരിക്കുന്നത്. ദൈവം നമ്മുടെ സകലത്തിന് മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കണം. അതുവരെ തെരുവിലായിരുന്നത്, പക്ഷെ ഇപ്പൊ അവൻ തെരുവിലല്ല ഇരിക്കുന്നത്. അതുവരെ മുഷിഞ്ഞ വസ്ത്രമായിരുന്നു അവന്, ഇപ്പോൾ അവൻ മുഷിഞ്ഞ വസ്ത്രം ഉടുത്തിരിക്കുന്നത്. അവന്റെ എല്ലാ ഭക്ഷണ രീതികൾക്ക്, അവന്റെ ജീവിത രീതികൾക്ക്, സഹവസിക്കുന്നവർക്ക് എല്ലാം ദൈവം മാറ്റം വരുത്തി. ആത്മാവ് നമ്മളോട് പറയാ, സകലത്തിനും മാറ്റം വരുത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഹൃദയം തുറന്ന് വിളിക്കാനായിട്ട് തയ്യാറാക്കണം. സങ്കീർത്തനം 81:7 യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്നുണ്ട്, കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു, ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരം അരുളി. നീ കഷ്ടകാലത്ത് വിളിച്ചപ്പോ കർത്താവ് പറയാ, ഞാൻ നിന്നെ വിടുവിച്ചു. കാരണം ഒരു ശക്തിക്കും വിടുവിക്കാൻ കഴിയാത്ത ഒരു അന്ധകാരത്തിന്റെ ഒരു മേഖലയിലായിരുന്നു ഞാന്, ഇല്ലേ? ഒരു ശക്തിക്കും വിടുവിക്കാൻ കഴിയാത്ത ഇനി എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഭൗതികത കൊണ്ടും ആത്മീയത കൊണ്ടും എല്ലാം കൊണ്ടും എന്ത് ചെയ്തു? തകർന്നു പോയി. ഒരു മേഖല പോലും അവർക്ക് നല്ലതെന്ന് പറയാനില്ല, ശ്രേഷ്ഠമെന്ന് പറയാനില്ല, അവർക്ക് മാന്യത എന്ന് പറയാനില്ല. പക്ഷെ ആത്മാവ് പറഞ്ഞു, നീ നിലവിളിച്ചപ്പോഴേ ഞാൻ നിന്നെ വിടുവിച്ചൊരു ദൈവം. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന്, നിന്നെ പകച്ചവരുടെ പക്കൽ നിന്ന് ബലമുള്ള കൈകൊണ്ട്, ബലമുള്ള കൈകൊണ്ട് അവിടുത്തെ മഹത്വമേറിയ ഭുജം കൊണ്ട് നമ്മൾ വിടുവിച്ചൊരു ദൈവം. ചേറ്റിക്കിടന്നപ്പോ, ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്നപ്പോ, ആരും സഹായിക്കാനില്ലാതെ കിടന്നപ്പോ, ആരും ചേർത്ത് പിടിക്കാനില്ലാതിരുന്നപ്പോ, മരണം മാത്രം മുന്നിലെന്ന് ചിന്തിച്ച വിധി എഴുതി മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ലാതെ ആമൻ നിന്നപ്പോ നമ്മുടെ അടുക്കലേക്ക് വന്നൊരു ദൈവം. കുഞ്ഞെ, ഞാൻ നിന്റെ കൂടുണ്ടെന്ന് പറഞ്ഞൊരു ദൈവം. നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് മറുപടി നൽകിയൊരു ദൈവം, നമുക്ക് ഉത്തരം തന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമ്മളോട് പറയുക, ഞാൻ നിനക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ഒരു ദൈവം, ഞാൻ നിനക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ഒരു ദൈവം. അതിനകത്ത് ജിജി എന്ന് പറഞ്ഞ ഒരു ബ്രദർ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹം യാത്രയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അദ്ദേഹത്തോട് പറയാൻ ഒരു ദൂത് എനിക്കുണ്ട്. അതുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് താന് യാത്രയിലൊന്നും അല്ലെങ്കിൽ ഈ മീറ്റിംഗ് ഞാൻ സമയത്ത് അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം എന്നെ ഒന്ന് ബന്ധപ്പെടണം. ഞാൻ ആ ഭാഗം അവിടെ വിട്ടിട്ട് എന്നിട്ട് നമുക്ക് പറയാൻ പോകുക. നമ്മള് ഈ ദാനിയേല് സിംഹത്തിന്റെ കൂട്ടിലേക്ക് പോകുക. ഞാൻ വേഗത്തിൽ നിർത്താം കേട്ടോ. ദാനിയേല് സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകുക. സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയപ്പം രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പം ദാനിയേൽ എന്ത് ചെയ്തു? ചെന്നു താൻ പ്രാർത്ഥിച്ചു. കിളിവാതിൽ
തുറന്നിട്ട് താൻ മുൻപ് ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിച്ചു. ദാനിയേൽ എന്താ പ്രാർത്ഥിച്ചൊന്നും അവിടെ നമുക്കറിയത്തില്ല. ദാനിയേലിന്റെ പ്രാർത്ഥനാ വാചകങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടേ ഇല്ല. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തെങ്കിലും ഒരു ഉത്തരം ദൈവം ദാനിയേലിന് അരുളിയോ? ഇവിടെ പറയുന്നു, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്ക. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. പക്ഷേ ഒന്ന് ഓർത്തു നോക്കിക്കേ, ദാനിയേൽ അതിനു മുൻപ് സ്വപ്നത്തിന് അർത്ഥം അറിയാൻ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ രാത്രിയിൽ ദൂതൻ ഇറങ്ങി വന്ന സ്വപ്നവും അർത്ഥം അവന് തെളിയിച്ചു കൊടുത്തു. പക്ഷെ ഇവിടെ അവൻ സിംഹത്തിന്റെ കൂട്ടിലേക്ക് പോകുന്ന ദിവസം തലേ രാത്രിയിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനെ ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും അവന്റെ പ്രാർത്ഥനാ വാക്യങ്ങൾ എന്താണെന്ന് അവിടെ ഇല്ല. പക്ഷെ ഒരു ദൂതനും അവിടെ വന്നില്ല. അവനെ ധൈര്യപ്പെടുത്താൻ, അവനെ ബലപ്പെടുത്താൻ ദൈവത്തിന് ഒരു കരവും അവിടെ ഇറങ്ങി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവൻ പ്രാർത്ഥിച്ചു. അവന്റെ വിഷയത്തിനകത്ത് ദൈവം മൗനമായിരുന്നു. ആമേൻ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ദാനിയേലിന്റെ പുസ്തകം 6:22 വാക്യത്തിൽ ആമേൻ ദാനിയേൽ രാജാവിനോട് പറയുന്ന ഒരു കാര്യം, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. ആമേൻ. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ദാനിയേലിനോട് ദൈവം ഒരു വാക്കും സംസാരിക്കാതിരുന്നപ്പോ സിംഹത്തിന്റെ അടുക്കലേക്ക് ദൈവം തന്റെ ദൂതനെ അയച്ചു. എവിടേക്ക് അയച്ചെന്നറിയാമോ? ആമേൻ. ദാനിയേലിന്റെ അടുക്കലേക്കല്ല അയച്ചത്, സിംഹത്തിന്റെ കൂട്ടിലുള്ള സിംഹത്തിന്റെ അടുക്കലേക്ക് ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് അവയോട് പറഞ്ഞു വായടച്ചുകൊള്ളാൻ. ദൈവം ചിലപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന മേഖലകളായിരിക്കത്തില്ല. നമ്മൾ ചിന്തിക്കും, കർത്താവേ എന്റെ വിഷയത്തിനകത്ത് എന്താ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാത്ത, നീ എന്താ ഒന്ന് സംസാരിക്കാത്തത്? പക്ഷെ ദൈവം എവിടെയൊക്കെയോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. നമുക്കത് കാണാനേ കഴിയുന്നില്ല, നമ്മുടെ ബുദ്ധിക്ക് അത് ചിന്തിക്കാനേ പറ്റുന്നില്ല. പക്ഷെ ദൈവം എവിടെയോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എവിടെയൊക്കെയോ ദൈവം തന്നെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ വഴി, ഇല്ലേ? ആമേൻ. യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോക്കുമ്പോ ലാബാൻ കൂട്ടരും തന്നെ പിന്തുടർന്ന് വരിക. യാക്കോബിന് അതിനെ കുറിച്ചൊന്നും അറിവൊന്നും കിട്ടിയില്ല. പക്ഷേ രാത്രിയിൽ ലാബാന്റെ അടുക്ക വന്നിട്ട് ദൂതൻ ലാബാനോട് പറയാ, എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. ആരോടെ സംസാരിച്ചത്? യാക്കോബിന് വേണ്ടി, ഒരു ലാബാനോട്. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളോട് പറയുക, ചില വിഷയത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമ്മോട് വ്യക്തിപരമായി ഇടപെട്ടില്ല എന്നുള്ളത് കൊണ്ട്, ആ വിഷയത്തിനകത്ത് ദൈവം മൗനമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം കാണുന്നില്ലെന്നല്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നല്ല, ദൈവം എവിടെയൊക്കെയോ തന്നെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, എവിടെയൊക്കെയോ ദൈവം തന്നെ ദൂതന്മാരെ അയച്ചുകൊണ്ടിരിക്കുകയാ, എവിടെയൊക്കെയോ നമ്മുടെ പേപ്പറുകൾ ചെന്ന് നിൽക്കുന്ന ഫയലുകൾ ചെന്ന് നിൽക്കുന്ന ഇടത്ത് ദൈവം അധികാരികളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക, അത് മുന്നോട്ട് നീക്കുന്നത് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുക, ദൈവം അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് റഹമനെ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നാളുകളായി ഒരുപക്ഷെ നമ്മുടെ കൂട്ടാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്ത്യക്ക് പ്രാർത്ഥിക്കുന്നതോറും ഇദ്ദേഹം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നു, ഇല്ല കുഞ്ഞെ, ദൈവം പണിതുകൊണ്ടിരിക്കുക. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ പുറപ്പെടുവിക്കാൻ സമയമായപ്പോ നമ്മൾ വായിക്കുന്നത് പീഡ ഏറ്റവും വർദ്ധിച്ചു. വിടുതലിന്റെ സമയം ഏറ്റവും സമീപേ വരുമ്പോ, അത് ഏറ്റവും അടുക്കൽ വന്ന് നിൽക്കുമ്പോ വേദന വർദ്ധിച്ചു വരും. കാരണം നിന്റെ മറുപടി ഏറ്റവും അടുക്കൽ വന്നുവെന്ന, നീ അത് കയ്യിൽ വാങ്ങാൻ പോകുന്നുവെന്ന, നീ അത് കാണാൻ പോകുന്നുവെന്ന. ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, നീ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി അത് നിനക്ക് വരാൻ ഞാൻ നിന്നെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് കൃത്യമായി അറിയുന്നവൻ ഞാനാ. നിനക്ക് തോന്നും ചിലത് തിന്മയാണെന്ന്, നിനക്ക് തോന്നും ചിലതൊക്കെ പ്രതികൂലമാണെന്ന്, നിനക്ക് തോന്നും ചിലതൊക്കെ പ്രതിസന്ധിയാണെന്ന്. പക്ഷെ ആത്മാവ് നിന്നോട് പറയുന്നു, ഇല്ല കുഞ്ഞെ, ഇല്ല. നിനക്ക് സകലവും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവം, ആ ദൈവം നിന്റെ വിഷയത്തിനകത്ത് എഴുന്നേൽക്കാൻ പോകുകയാ. ആത്മാവ് പറയുന്നു, ഈ വർഷം 6-ാം മാസത്തിനകം ചില ദൈവപ്രവൃത്തി നീ കാണും, ചില ദൈവപ്രവൃത്തികൾ നീ കാണും. നിന്റെ ചില പ്രാർത്ഥനകൾക്ക്, നാളുകളെ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ അത് മുന്നോട്ട് വേഗത്തിൽ കുതിക്കുന്നത് പോലെ അത് ചലിച്ചു തുടങ്ങുമെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുക, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം വലിയവനാ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്റെ ദൈവം വലിയവനാ. ഞാൻ എപ്പോഴും ദൈവസന്നിധി ചെല്ലുമ്പോ ഞാൻ പറയും, എന്റെ മകന് എന്റെ മൂത്ത മകൻ വിവാഹിതനായി. അവന്റെ ഭാര്യ പ്രഗ്നന്റാ.
അവൻ ആ സമയത്ത് അവന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. അവൻ അതിനു മുൻപ് അവന്റെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് 8 മാസം ജോലി ഇല്ലാതിരുന്നു. 8 മാസം അവൻ 8 മാസം ജോലി ഇല്ലാതിരുന്ന അവൻ ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ ജോലി വീണ്ടും നഷ്ടപ്പെട്ടു. അവൻ വീണ്ടും നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് വളരെ ഭാരം തോന്നി. കാരണം അവൻ അതിനു മുൻപ് അവന്റെ വൈഫ് 2 ജോലി ചെയ്ത കാര്യങ്ങൾ നടത്തിയത്. കാരണം അവൾ അന്ന് ജോലി ചെയ്തിരുന്നത് അവൻ അമേരിക്കയിൽ ഒരു കമ്പനിക്ക് വേണ്ടി നാട്ടിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി. അപ്പൊ അവൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി ചെയ്തു. രാത്രിയും പകലും ഒരുപോലെ ജോലി ചെയ്ത വീട്ടിലെ കാര്യങ്ങൾ അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അവൾ പ്രഗ്നന്റ് ആയ സമയത്ത് മറ്റേ ജോലി അവൾ വിട്ടു. ഈ ഒറ്റ ജോലി മാത്രം ഇവന് ജോലി ലഭിച്ച സമയത്ത്, അങ്ങനെ പോകുന്ന സമയത്ത് ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാനിങ്ങനെ ഓർത്തു, കർത്താവേ, ഒരാളുടെ ജോലി കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഓടത്തില്ല. കാരണം നാട്ടിലെ സാലറി ഒക്കെ നമുക്കറിയാം, വളരെ ചുരുക്കമായി സാലറി ലഭിക്കുന്ന ഒരിടത്ത് മകൾ ജോലി ചെയ്യുന്നത്. എങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട്? ആവശ്യങ്ങൾ വളരെ വലുതാ. ഞാൻ ദൈവത്തിന് ചെന്ന് മുട്ടാൻ തുടങ്ങി. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയുന്ന ഒരു കാര്യം ഇതാ, കർത്താവേ, സ്നേഹിതം ചെന്ന് ആ വീട്ടുവാതിക്കൽ നിന്ന് മുട്ടുന്ന സ്നേഹിതന് ഒരു ഉറപ്പുണ്ട്. അകത്ത് കിടക്കുന്ന സ്നേഹിതന്റെ അടുക്കൽ അപ്പം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ കയ്യിൽ വഴിയുണ്ട്. എന്റെ കുഞ്ഞിന് വേണ്ട വഴി നിന്റെ കയ്യിലുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് നമ്മളോട് പറയാ, നീ ദൈവസന്നിധാനത്തിൽ ചെല്ലുമ്പോ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോ നമ്മുടെ ഉള്ളത്തിനകത്ത് ഉറപ്പുണ്ടാകണം. ആമേൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുക ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന്. എന്റെ ദൈവം വീരനാം ദൈവമാണെന്ന്, എന്റെ ദൈവം അടയാളങ്ങളെ പ്രവർത്തിക്കുന്നവരാണെന്ന്, എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് നമ്മളോട് തന്നെ പറയണം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ പ്രവാചകൻ ഞാൻ തന്നെ. നമ്മളോട് തന്നെ പറയണോ, നമ്മളോട് തന്നെ പ്രവചിക്കണോ. നമ്മുടെ വായില അനുഗ്രഹവും ശാപവും ഇരിക്കുന്നത്, ജീവനും മരണവും നമ്മുടെ നാവിലായിരിക്കുന്നത്. നമ്മൾ പറയണോ, കർത്താവേ, എന്റെ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ നീ ഒരു പ്രവാചകനാകിയ, നീ ഒരു പ്രവാചകനാകിയ ആ അനുഗ്രഹം അവന്റെ മേൽ വരികയാണെന്നേ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്താകും? അവൻ രക്ഷപ്പെടത്തില്ല ഇങ്ങനെ പറയരുത്. നമ്മൾ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും, ബുദ്ധി ഇല്ലെങ്കിലും നമ്മൾ പറയണം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാ. നമുക്ക് എല്ലാവർക്കും ഈ വാക്യം അറിയാം. ഈ വാക്യത്തിന് ആഴം നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ? കാണാത്ത കാര്യങ്ങളെ നിശ്ചയം. ഞാനത് കാണൂന്നേ, ഞാനത് പ്രാപിക്കൂന്നേ. നമ്മളോട് തന്നെ പ്രവചിക്കണം. വീട്ടിനകത്ത് അങ്ങ് പ്രവചിക്കണം. എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുന്നൊരു സ്തോത്രം, എന്റെ മുൻപിൽ വാതിൽ തുറക്കാൻ പോകുന്നൊരു സ്തോത്രം, എന്റെ കടം മാറാൻ പോകുന്നൊരു സ്തോത്രം, എനിക്ക് ജോലി ലഭിക്കാൻ പോകുന്നൊരു സ്തോത്രം, എന്റെ തലമുറയ്ക്ക് ദൈവ തലമുറയെ നൽകാൻ പോകുന്നൊരു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ശുശ്രൂഷയുടെ വിശാലത പ്രാപിക്കാൻ പോകുന്നൊരു സ്തോത്രം. എന്തും നമ്മൾ പ്രവചിച്ചോ, എന്ത് നമ്മൾ വെച്ചോ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവമാ. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ദൈവം ഒന്ന് കരം നീട്ടിയാൽ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ, അവിടുത്തെ വസ്ത്രത്തിന്റെ വിളമ്പിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടാൽ, നമ്മുടെ എല്ലാ പ്രശ്നം മാറുന്നേ. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയില്ല. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്ന ആയുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കവാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാന്ന്. നിന്റെ ഭാരം യഹോവയുടെ വെച്ചോളാണ് കർത്താവ് പറഞ്ഞത്. നീ അവിടോട്ടങ്ങ് ചെന്ന് വെച്ചാൽ മതി എന്നേ. പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ വിശ്വസിക്കുക, വായെ തുറക്കുക, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രശ്നം ഈ വിളിച്ചപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ അലസതയോടൊന്നും പ്രാർത്ഥിക്കരുത്. എന്ത് കാര്യം നമ്മൾ പറയുന്നുണ്ട്, ഉദാസീനതയോടെ യഹോവയുടെ പ്രവൃത്തി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആ വാക്യത്തെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കാം. ഉത്സാഹത്തോടെ യഹോവയുടെ പ്രവൃത്തി ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മൾ പറഞ്ഞേ, ഉത്സാഹത്തോടെ യഹോവയുടെ പ്രവൃത്തി ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മൾ ഒരു പാട്ട് പാടിയ ഉത്സാഹത്തോടെ പാട്ട് പാടണം. നമ്മൾ സഭയിൽ ഒന്ന് പ്രാർത്ഥിച്ച ആരും അടുത്തിരിക്കുന്നവൻ പോലും കേൾക്കാത്തോടൊന്നും പ്രാർത്ഥിക്കരുത്. നമ്മൾ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു ദൈവവചനം വായിച്ച ഉത്സാഹത്തോടെ വായിക്കണം. ഇനി ഈ സൂമിനകത്തൊക്കെ സംബന്ധിക്കുമ്പോഴേ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ 24 മണിക്കൂറൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ 24 മണിക്കൂർ തുടർമാനമുള്ള പ്രാർത്ഥനയുണ്ട്. നമ്മളിങ്ങനെ ഈ സൂമിനകത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഈ മൊബൈൽ ഇരിക്കും. നമ്മൾ അവരവിടെ പ്രസംഗിക്കും, പ്രാർത്ഥിക്കും, പ്രസംഗം തകർപ്പ് പ്രസംഗമൊക്കെ. പക്ഷെ നമ്മൾ ഈ മൊബൈൽ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടേ ഇരിക്കും. എന്റെ അനുഭവം ഞാൻ പറയാം, നിങ്ങളുടെ ആരുടെ അല്ല, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. പക്ഷെ നമ്മളിത് ഞാൻ പറയാ, നമ്മൾ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത് ദൈവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഇരിക്കുന്ന ഇടത്ത് ദൈവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവൻ എന്നിൽ ദൈവം വസിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിലും വസിക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിലുള്ളപ്പോൾ ശ്രദ്ധയോടെ, ഉത്സാഹത്തോടെ, ഞാൻ പറയാ, നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിനകത്ത് എത്രത്തോളം ഉത്സാഹം എടുക്കുന്നു, ദൈവം അത്രത്തോളം നമ്മുടെ കാര്യത്തിൽ ഉത്സാഹം എടുക്കും. നമ്മൾ എത്രത്തോളം തീവ്രതയോടെ ആ കാര്യങ്ങളെ സമീപിക്കുന്നുണ്ടോ, അത്രത്തോളം ദൈവം നമ്മുടെ കാര്യങ്ങൾക്കകത്ത് ഉത്സാഹിക്കുമെന്ന് ഞാനങ്ങ് പറയാ. ആരാധന 10 മണിക്ക് തുടങ്ങിയ 10:30 പോകുന്ന നമ്മുടെ കാര്യത്തിനകത്തും ദൈവം എന്തോ ചെയ്യും, ചിലതൊക്കെ ഇങ്ങനെ വായി. കാരണം നമുക്ക് അത്രയൊക്കെ മതി എന്നുള്ള ചിന്തയല്ലേ നമുക്കുള്ളത്. അതുകൊണ്ട് എന്ത് കാര്യവും ഉത്സാഹത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയണം. ഉദാസീനതയോടെ ചെയ്യരുത്. ഞാൻ വേഗത്തിൽ പോകാം. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഇവിടെ പറയുന്നു, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ ആ വാക്കും കൂടെ പറഞ്ഞു നിർത്താം. കഷ്ടകാലം എന്ന് പറഞ്ഞാല്
ദൈവത്തിൽ കഷ്ടകാലം ഉണ്ട്, അതെല്ലാം നമുക്കെല്ലാം അനുഗ്രഹമാണോ? അല്ല, കഷ്ടകാലം ഉണ്ട്. എല്ലാം ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ കഷ്ടത ഉണ്ടെന്നേ. നമ്മളൊക്കെ ആണെങ്കിൽ ചിലര് ഈ കഷ്ടത വരുമ്പോ നമ്മൾ അതിനങ്ങ് കാരണം കണ്ടെത്തുക. ദൈവം നമ്മളെ ഇത് ഏൽപ്പിച്ചിട്ടില്ല, അത് നമ്മൾ ഒരിക്കലും മറന്നുപോലെ കേട്ടോ. നമ്മുടെ സഭയിൽ ഒരാൾ രോഗിയായ, ഒരാൾക്ക് ഒരു ആക്സിഡന്റ് വന്ന, ഒരു കുഞ്ഞിനൊരു ആക്സിഡന്റ് വന്ന, നമ്മളങ്ങ് കാരണം, അതിന്റെ കാരണം നമ്മളങ്ങ് മെനഞ്ഞെടുക്കുക. ദൈവം അത് നമ്മളെ ഏൽപ്പിച്ചിട്ടേ ഇല്ലെന്ന് ഞാൻ ഒന്നാമതങ്ങ് പറയുക. കാരണം നമുക്കറിയത്തില്ല അവരുടെ പാപത്തിന്റെ ഫലമാണോ അവർ അങ്ങനെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ എല്ലാവർക്കും ദൈവം കഷ്ടത വെച്ചിട്ടുണ്ട്. കർത്താവ് പോയപ്പോൾ പറഞ്ഞിട്ട് പോയി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ഉണ്ടെന്നല്ലേ പറഞ്ഞു? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. പക്ഷേ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, അതുകൊണ്ട് അവിടെ കൂടി തീരുകയല്ല. കർത്താവ് പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അത് കഷ്ടതയാകട്ടെ, രോഗമാകട്ടെ, പട്ടിണിയാകട്ടെ, ആപത്ത്, ജീവിതത്തിൽ വരുന്ന എന്ത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും. എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ ഏത് സെക്കൻഡിലും. അങ്ങനല്ലേ ഗ്രേസി ഏബ്രഹാം അടൂർ അച്ഛ, അങ്ങനല്ലേ എല്ലായ്പ്പോഴും നടത്തുമെന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ കർത്താവ് വിട്ടിട്ട് പോവോ? ബലം ക്ഷയിക്കുമ്പോ ഇട്ടിട്ട് പോവോ? ആരോഗ്യം ഇല്ലാത്തപ്പോ ഇട്ടിട്ട് പോവോ? എപ്പോഴും നടത്തൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും നടത്തും. ആ കർത്താവ് പറയാ, വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കൂ എന്ന് പറഞ്ഞ സാധ്യത ഒന്നുമില്ല. ആ വിശപ്പ് എന്ന വാക്ക് നമുക്ക് ശാരീരികമായ വിശപ്പ് മാത്രമല്ല, നമ്മുടെ എന്ത് വിശപ്പും. എന്റെ സാമ്പത്തിക മേഖലകൾ ഞാൻ അനുഭവിക്കുന്ന ഒരു വിശപ്പ് കാണും. കടഭാരങ്ങൾ നിമിത്തം ഞാൻ അനുഭവിക്കുന്ന ഒരു വിശപ്പ് കാണും. തലമുറയുടെ സ്നേഹം കുറഞ്ഞു പോകുമ്പോ സ്നേഹം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു വിശപ്പ് എനിക്കുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള പ്രിയപ്പെട്ടവരിൽ ഇതിനകത്ത് ഇനി സഹോദര ബന്ധങ്ങൾ അറ്റുപോക്കുമ്പോ ആ ബന്ധങ്ങൾ ഒന്ന് ചേർത്ത് വയ്ക്കാനുള്ള വിശപ്പ് നമുക്കുണ്ടാകും. ഇനി നമ്മുടെ തലമുറകൾ എന്തും നമ്മുടെ വിഷയം എന്താ, രോഗത്തിനകത്ത് എന്തായിക്കോട്ടെ, നമ്മുടെ ബലം ക്ഷയിക്കുമ്പോ ഞാൻ നിന്നെ തള്ളിക്കളയുന്നാന്ന് പറഞ്ഞേ. അല്ല, ബലം ക്ഷയിക്കുമ്പോഴും തള്ളിക്കളയാത്തൊരു ദൈവം, ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ, ലോകത്തിൽ ആരെക്കാളുപരി മാർവോട് അണച്ചു നിർത്തുന്ന ഒരപ്പൻ. ആ അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെന്നേ. അവൻ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പ്രവചന പുസ്തകം വായിക്കുന്നില്ലേ, ഇതാ ഞാൻ നിന്നെ വലങ്കരത്തിന് പിടിച്ചേക്കാം. എന്നിട്ട് പറയാ, കുഞ്ഞെ നീ എന്തിനാ ഭയപ്പെടുന്നത്, നീ എന്തിനാ പേടിക്കുന്നത്, ഞാനുണ്ടെന്ന് നിന്റെ കൂടെ. കർത്താവ് നമ്മളോട് പറയാ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഏത് സമയത്തും. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ പോകുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എല്ലാവർക്കും വരുന്നതിന് ഒരു പരിധിയുണ്ട്. അതിലേക്കൊക്കെ പോയവർക്ക് അത് അറിയത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ അടുത്ത സമയത്ത് ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്ത് ഞങ്ങളുടെ അമ്മ പറഞ്ഞു, താൻ ഈ കീമോ ഒക്കെ ചെയ്യാനായിട്ട് അതിനകത്തേക്ക് കയറുമ്പോ ചുറ്റും ഇരുട്ട, ഒരാളെ അതിനകത്തോട്ട് വിടത്തില്ല. കാരണം റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോ അതിന്റെ ഇതൊന്നും ആർക്കും ഒരാൾ പോലും അതിനകത്തില്ല. അവരെ മാത്രം അങ്ങോട്ട് വിടുമ്പോ വല്ലാതൊരു ഭയമൊക്കെ തോന്നുന്നു. അതുകൊണ്ട് ഈ ക്യാൻസർ ഒക്കെ വന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടോ എനിക്കറിയത്തില്ല. അവർക്കൊക്കെ ഒരു മാനസികമായ ഒരു ഡിപ്രഷൻ പോലൊക്കെ വരുന്ന കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട്. കാരണം ഇവർ കടന്നു പോകുന്ന വഴി ഭയങ്കര കഠിനോ കേട്ടോ. നമ്മൾ അവരെ ഒന്നും കുറ്റപ്പെടരുത്. ഞാൻ അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഇവർക്ക് നമുക്ക് ആ രോഗമാണെന്ന് അറിയുമ്പോഴേ അതൊന്ന് ഉൾക്കൊള്ളാൻ ആ മനുഷ്യർ പെടുന്ന പാട്, അവരുടെ ആ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഭയങ്കരവാ. ഞാനത് ഒരുപാട് ഈ സഭാശുശ്രൂഷ കണ്ടിട്ടുള്ള പറയാം. അവർക്ക് ആരെയും കാണുന്നത് ഇഷ്ടമല്ല, ആരും വന്ന് പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല, ആരോട് അവർ ആ വഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഠിനമാ. നമ്മൾ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ വാക്കുകൾ ഒരാളെ മുറിപ്പെടുത്തുന്നാകരുത്. ധൈര്യം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിൽ നിന്ന് വരരുത്. കാരണം അവനവന്റെ ഭാരത്തിന്റെ വലിപ്പം അറിയത്തുള്ളൂ, അതിന്റെ വേദന അറിയത്തുള്ളൂ, അതിന്റെ സങ്കടം അറിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ദൈവത്തിൽ കഴിയണം. അവൻ നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എപ്പോഴും. കൂരിരുൾ താഴ്വരയിലാകട്ടെ, മരണം നിഴലും താഴ്വരയിലാകട്ടെ, ഒറ്റപ്പെടലിലാകട്ടെ, കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. നമ്മൾ ഒരിക്കല് യേശു ശിഷ്യന്മാരുടെ യാത്ര പോകുമ്പോ നമുക്കറിയാം, പടകിന് നേരെ കാറ്റടിച്ചു, തിരമാല കയറി, വെള്ളം പടകിനകത്തേക്ക് കയറി അല്ലെ. വെള്ളം പടകിനകത്തേക്ക് കയറിയപ്പോ പടക് മുങ്ങും തോന്നി. അവര് ചിന്തിച്ചു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ചോദിച്ചു. അവർ നിലവിളിക്കാൻ തുടങ്ങി. എവിടാ? യേശു പടകിനകത്തുണ്ട് അല്ലേ. യേശു പടകിലുണ്ടെങ്കിൽ കാറ്റുണ്ടോ? ഉണ്ട്. യേശു പടകിലുണ്ടോ? തിരമാല കേറോ. ഭയം തോന്നു. യേശു കൂടി ഇല്ലാത്തോണ്ട് ഇതൊന്നും അല്ല അർത്ഥം. യേശു ഉണ്ടെങ്കിൽ ഇതൊക്കെ വരും. എന്തിനാണെന്ന് അറിയാമോ? നമ്മളെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് ഇറക്കാൻ. ബിജു എസ് അടൂര ആത്മാവ് നിന്നോട് പറയുന്നു, ഈ ദിവസങ്ങൾ വിശ്വാസത്തിന് ആഴത്തിലേക്ക് നിന്നെ ഒന്ന് ഇറക്കേണ്ടതിന് അർച്ചന റമനെ രികലകടകസി ആത്മാവിനോട് വിളിച്ചു പറയുന്നു.
റീഗമന ഹടകജലഘടകസി നിന്നെ മുക്കിക്കളയാൻ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മീതെ കൂടെ നിന്നെ നടത്തി എനിക്ക് നിന്നെ മാനിക്കുവാൻ പദ്ധതിയുണ്ട്. റേ മനാതുരസി അവൻ യഹോവയുടെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. വരണ്ട നിലത്തിൽ ആത്മാവ് പറയുന്നു, നീ ഇപ്പൊ നിൽക്കുന്ന ഇടം വരണ്ട നിലമ, മരുഭൂമിയുടെ അനുഭവത്തിലാണ് നീ നിൽക്കുന്നത്. സാധ്യതകളൊന്നും മുന്നിൽ കാണുന്നില്ല, ചുറ്റും നോക്കുമ്പോൾ ശൂന്യമാ, ഒരു സാധ്യതയും നിന്റെ മുൻപിലില്ല. നാലുപാട് പ്രതിസന്ധിയാണ്, പ്രതികൂലമാണ് എന്ന് തോന്നുന്ന മേഖലകളിൽ സാധ്യതകളൊന്നും മുന്നിൽ കാണാതിരിക്കുമ്പോ ആത്മാവ് നിന്നോട് പറയുന്നു, വിശ്വാസത്തിന് ആഴങ്ങളിലേക്ക് നീ ഒന്ന് ഇറങ്ങാൻ തയ്യാറാകുമോ? അഥന വായ്ത്തങ്ങളെ നീ ഒന്ന് മുറുകെ പിടിച്ചേ. ദൈവം നിന്നോട് അറിയിച്ചിട്ടുള്ള അരുളപ്പാടുകളെ നീ ഒന്ന് ഓർത്തേ. ആത്മാവ് നിന്നോട് പറയുന്നു, ഈ ദിവസം നീ നാവിലൂടെ ഒന്ന് ഉരുവിട്ട നീ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുകയാ. ദൈവത്തോട് അടുത്തുവാ, ഞാൻ നിന്നോട് അടുത്തു വരാൻ തയ്യാറാകുക. ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ ഒന്ന് ചേർന്ന് വരണം കേട്ടോ. അകലം വിട്ട് അനുഗമിക്കുകയല്ല, ചേർന്ന് നിൽക്കണം, പറ്റി നിൽക്കണം. ഒരു വിടുതൽ നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ആത്മാവ് അടിവരയിട്ട് പറയുന്നു, അകലം വിട്ട് അനുഗമിക്കുന്ന അനുഭവമല്ല. ഈ ദിവസത്തിൽ നീ ഒന്ന് ചേർന്ന് വരാൻ തയ്യാറായാൽ, നീ നിന്റെ അതരത്തെ ഒന്ന് തുറന്ന, നിന്റെ വായ ഒന്ന് തുറന്ന, നീ ഒന്ന് വിളിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി എന്റെ കരം ഇറങ്ങാൻ തുടങ്ങുകയാ. ശൂന്യമായി നിൽക്കുന്ന അനുഭവങ്ങളെ നിറവ് നൽകി തന്ന് എനിക്ക് മാനിക്കുവാൻ പദ്ധതിയുണ്ട്. നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരൽപ്പം ദൈവമേ അത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. നീ ഒന്ന് ഓർത്ത് ഹൃദയത്തിനകത്ത് പറയാം, കർത്താവേ എന്റെ കരങ്ങളിൽ ഇത് മാത്രമേ ഉള്ളൂ, നിനക്ക് പറയാൻ ചിലത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആത്മാ പറയുന്നു, വർധനവ് നൽകുന്നവൻ ഞാനാ. ശൂന്യതകളുടെ നടുവിൽ, വരണ്ട അനുഭവങ്ങളുടെ നടുവിൽ, നിന്നെ വേദനിപ്പിക്കുന്ന, നിനക്ക് പരിഹാരം കാണാൻ കഴിയാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ആത്മാ പറയുന്നു, ദൈവത്തിന് ഇടപെടൽ വെളിപ്പെടാൻ തുടങ്ങുകയാ. ഞാൻ പ്രവർത്തിക്കും കേട്ടോ, ഞാൻ പ്രവർത്തിക്കും. അത് തടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ പ്രവർത്തിക്കും, ഞാൻ നിർണയിച്ചിരിക്കുക, അതിനെ തടുക്കാൻ ആർക്കും പറ്റത്തില്ല. ആത്മാവ് നിന്നോട് പറയുന്നു, ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുക. എന്റെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി നമ്മൾ കേട്ട വചനം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചുപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. നമ്മെ വിടുവിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ യാചനകൾക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം. നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. എപ്പോഴും എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും ഏത് മേഖലകളിലും നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. റൂബി ബിജോയ് ജമ്മു ആത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് ഒരിക്കൽ ഞാൻ നിന്നോട് അരുളി ചെയ്തതെയോ ആവർത്തിച്ച് നിന്നോട് അതേ വചനം ഉരുവിടുകയാ. ആത്മാവ് ആവർത്തിച്ച് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ മറന്നു പോകുന്ന ദൈവമല്ല. നിന്നോട് അരുളി ചെയ്തിട്ടുള്ള അരുളപ്പാടുകൾ, നിന്നോട് അരുളി ചെയ്തിട്ടുള്ള വായ്ത്തത്വങ്ങൾ, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന എന്റെ വചനങ്ങൾ ആത്മാവ് പറയുന്നു, അതിന്റെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുകയാ. കേട്ട വായ്ത്തങ്ങളൊക്കെ ഒത്തിരി വലുതാ, പക്ഷെ അതൊന്നും പ്രാപിക്കാനോ അതൊന്നും എത്തിപ്പിടിക്കാനോ അതിനൊന്നും ചെന്നത്തപ്പെടാനോ കഴിഞ്ഞില്ലെന്ന് നീ പറയുമ്പോ ആത്മാവ് നിന്നോട് പറയുന്നു, അതിലേക്കുള്ള യാത്രയിലത്രേ നീ യോസേഫിന് ദർശനം കൊടുത്ത ദൈവം അവന്റെ ദർശനത്തെ തടയാൻ അവന്റെ കുടുംബത്തിന് കഴിഞ്ഞില്ല, സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല. ഇസ്മയേൽ കച്ചവടക്കാർക്ക് കഴിഞ്ഞില്ല, പൊത്തിപ്പോറിന് കഴിഞ്ഞില്ല, അവന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല, കാരാഗ്രഹത്തിന് കഴിഞ്ഞില്ല. ആത്മാവ് പറയുന്നു, ഒന്നിനും നിന്റെ മേലുള്ള നിയോഗത്തെ, നിന്റെ മേലുള്ള അഭിഷേകത്തെ, നിന്നിൽ ദൈവം പകർന്ന ദർശനത്തെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. ആത്മാ പറയുന്നു, തടസ്സങ്ങളെ വെട്ടിമാറ്റി നീ അതിലേക്ക് നിന്നെ ഞാൻ കൊണ്ടെത്തിക്കുന്ന ദൈവമെന്ന് ആത്മാവ് അടിവരയിട്ട് പറയുക. വിശ്വസിക്കുക, ദൈവപ്രവൃത്തി വെളിപ്പെടും. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അല്പസമയം മുന്നോട്ട് പോയി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.